എനിക്കിതാ അമ്മേ. അമ്മേ നീ വെറുതെ നാട് ചുറ്റാൻ പോവല്ലേ? കുറച്ച് ലേറ്റ് ആയാലും സാരമില്ല. അവന് തീരെ സുഖമില്ല. ആദ്യം അവൻ കഴിക്കട്ടെ. അതെനിക്കതാ. ജോലിക്ക് സമയം, എനിക്ക് പെട്ടെന്ന് പോണം. അമ്മ അവിടെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴും ഞാൻ ഡിസൈഡ് ചെയ്തതാ. മര്യാദ എനിക്ക് തരാതെ നീ കഴിക്കല്ലേ? നീ എന്താ റൗഡിയാണോടാ? നീ എന്താ ചെയ്യാ? പണ്ടാരക്കാലാ, നീ എന്തോട്ടാ ചെയ്തത്? എന്റെ മോന്റെ തല തല്ലി വേണം. നിന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ടുണ്ടാ. നീ എന്നെ ഈ വീട്ടിൽ വെച്ചിരിക്കുന്നത് എന്റെ തലയെഴുത്ത്. എടാ ശാവി, എന്നത്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഹലോ ചേട്ടാ, ബസ് പിടിച്ചിട്ട് ഇങ്ങോട്ട് പോരെ. ഒരു കൊലയാളിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടാ. നിങ്ങളെ മരുമാൻ ആര് പറഞ്ഞാലും കേക്കണില്ല, ആരും പേടിക്കണില്ല കേട്ടാ. ഒരു മിനിറ്റ്, അവൻ ഈ കുടുംബത്തില് വേണ്ട കേട്ടാ. പേഴയാവൻ പേഴ. അമ്മാവനോട് സംസാരിക്കേ. അമ്മാവാ, അതൊന്നുമില്ല അമ്മാവാ. അമ്മ വെറുതെ ഓരോന്നില്ലാത്തത് പറയാ. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ നോണ പറയണേ? ഇവന്റെ തല നീ തല്ലി പൊട്ടിച്ച് ചോര ഒഴിക്കൊണ്ടിരിക്കുന്ന ഒന്നുമില്ലെന്ന് പറയടാ സവി. നീ നന്നാവില്ലടാ തല്ലിപ്പൊളി. ശരി അമ്മാവ. ഞാൻ അത്രയല്ലേ ചോദിച്ചുള്ളൂ. എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അത് ശരി. ചേട്ടാ, അത് നോക്കിക്കേ. എന്റെ എന്താ പ്രശ്നം? എന്താ പറ്റിയത്? എന്താ ചേച്ചി ഇത്? അമ്പലത്തിൽ ഷോ കാണിക്കാൻ വരുന്നതാണോ അതോ ദൈവത്തെ തൊഴാൻ വരുന്നതാണോ? ആ ശരി പോട്ടെ, എന്റെ ബാഗ് നോക്കണം, ഞാൻ പോയി ഇപ്പൊ വരാം. രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. പോയവൻ തിരിച്ചു വന്നില്ലല്ലോ. ഇങ്ങോട്ടുള്ള വരവേ. എനിക്ക് ബോൾ താ അങ്കിൾ, അങ്കിൾ ബോൾ താ, അങ്കിൾ ബോൾ. ആ ബോൾ എത്ര ദൂരാ പോയത്? നിങ്ങളുടെ മരുമോൻ വന്നിരിക്കുന്നു. വന്ന ഉടനെ ഫ്ലാറ്റിലെ കുട്ടികളായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് അവൻ. അവനെ കണ്ടിട്ട് അനുജന്റെ തലയിൽ ബോട്ടിൽ കൊണ്ട് അടിച്ച മാതിരി ഉണ്ടോ? എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ അനിയത്തി അവനെ നമ്മുടെ തലയിൽ കെട്ടാൻ പ്ലാൻ ചെയ്തിരിക്കാന്നാ തോന്നുന്നത്. നീ അങ്ങനെയൊന്നും തോന്നുന്ന പോലെ പറയല്ലേ. അവൻ നല്ല പയ്യനാ. നമുക്കാണെ മക്കളും ഇല്ലല്ലോ. ജസ്റ്റ് വന്ന് താമസിച്ചോട്ടെ. മരിച്ചതിന് ശേഷം കൊള്ളി വെക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്തതുപോലെ ഉണ്ടല്ലോ ഈ പറയണത് ചേട്ടാ. വായി തോന്നുന്ന പോലെ സംസാരിക്കല്ലേ. ഒറ്റ കീറി വെച്ചാലോ. ഇതിനൊന്നും ഒരു കുറവില്ല. നിങ്ങളെയൊക്കെ എങ്ങനെ നന്നാക്കാനാണ് എന്റെ ഈശ്വര.
ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊക്കെ തെറ്റായിട്ടേ തോന്നുള്ളൂ. അമ്മവാ വാ മോനെ രാജ, വാ. നാട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അത് അമ്മവാ എന്താ പറ്റിയെന്ന് വെച്ചാ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ അമ്മായി ചൂടായിട്ടെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് റെസ്റ്റ് എടുക്കുക. ആവശ്യമില്ലതൊന്നും ആലോചിക്കണ്ട. 4 ദിവസം ജോളിയായിട്ട് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എനിക്കവിടെ ഒരു അർജന്റ് ജോലിയുണ്ട്. ഇപ്പോ വൈകുന്നേരം സമാധാനമായിട്ട് സംസാരിക്കാം. എന്നാ ആയിക്കോട്ടെ. രാധാമണിയാ വരട്ടെ. ആ പോയിട്ട് വാ. മോനെ, ഇൻസ്പെക്ടറുടെ വീട്ടിലേക്ക് വന്നതാ? എവിടെ നിന്നാ? തൃശ്ശൂരിലുള്ള ചെറിയൊരു ഗ്രാമമാണ് ആ, ആന്റി. നീ എത്ര വരെ പഠിച്ചു? BSc ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു എനിക്ക്. അങ്ങനെയാണോ? ശരി, എത്ര പെർസെന്റേജ്? 92%. 92%. ഗ്രാമത്തിലുള്ളവരെ നന്നായി പഠിക്കുന്നത്. സിറ്റിയിലുള്ളവര് സൈബർ അത് ഇത് എന്ന് പെൺകുട്ടികളെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഉറക്കം തൂങ്ങി. പഠിക്കാൻ താല്പര്യമില്ല, താൻ എന്തിനാണ് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങണേ? ആരടാ അത്? ഞാനാ. നീ പുറത്തു പോടാ, സാറ് ക്ലാസ് എടുക്കാം. എങ്ങനെയോ നീ മലപ്പുറത്ത് എത്തി. ഇനിയും നിനക്ക് ഇഷ്ടം പോലെ പഠിക്കാലോ. അതെ ആന്റി, ഫോറിനിലേക്ക് പോകാൻ മെഡിക്കൽ സീറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആന്റി, അവരെല്ലാം അവിടെ എന്തു ചെയ്യാണ്? ഓ, അത് പണക്കാരൊക്കെ കളിക്കുന്ന കളിയാ. അതിന് ഗോൾഫ് എന്നാണ് പറയാ. എല്ലാവരും വളരെ ചെറുതായിട്ടാണല്ലോ കാണുന്നത്. നിക്ക്, ഇതിലൂടെ നോക്കിക്കോ, എല്ലാവരെയും അടുത്ത് കാണാം. രാജാ, ഭക്ഷണം കഴിക്കാൻ വാ. ദാ വരുന്നമ്മായി. ഈ സമയത്ത് അതിനകത്തോട്ട് രണ്ടുപേരുടെ കയറുന്ന അത്ര പന്തിയല്ലല്ലോ. ഇവിടെ നിന്നാൽ പറയുന്നോട്ട് കേൾക്കാനും പറ്റില്ല. നീ എന്തുകൊണ്ടാ അവിടെ ചെയ്യണത്? കൊണ്ട് വാ ദാ ചെറുക്കാ. വരുന്നമ്മായി. രാജാ, ഈ അമ്മയെ കൊണ്ട് No, Rakesh. I'm sorry. ഏയ്, ശംഭോ മഹാദേവ. എന്താ പൊന്നു, ഉറക്കം വരുന്നില്ലേ? ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ പോലെ എന്നും ധ്യാനം ചെയ്യണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. നീ അതൊന്നും അനുസരിക്കില്ല. നമ്മുടെ മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം, എങ്കിലേ കിടന്ന ഉടനെ അപ്പം തന്നെ ഉറക്കം വരുള്ളൂ.
നാളെ തൊട്ട് നീ എന്നോടൊപ്പം പ്രാണായാമം ചെയ്യേ. അപ്പൊ നിനക്ക് തന്നെ മനസ്സിലാവും. ദാ ഇത് കണ്ടോ, കിടന്ന ഉടനെ ഞാൻ എത്ര വേഗത്തിലാ ഉറങ്ങാൻ പോണെന്ന്. ഹായ് രാകേഷ്. ഹായ് രോഹിത്. ഹൗ ആർ യു യങ് മാൻ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. താൻ എത്ര തിരക്കുള്ള ആളാ. ഈ തിരക്കൊക്കെ മാറ്റിവെച്ച് വൈഫിന്റെ ഒപ്പം ഗോൾഫ് കളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഏയ് നീ ഒന്ന് ചുമ്മാ ഇരിക്കടാ. ക്ലബിലേക്ക് പോണെന്ന് പറഞ്ഞ് എന്നും ഇവിടെ എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കാണ്. എനിക്കാണെങ്കിൽ സ്റ്റിക്ക് പിടിക്കാനും അറിയില്ല, ഉന്നത്തിൽ അടിക്കാനും അറിയില്ല. ഇന്നൊരു അരമണിക്കൂർ ഞാൻ ഫ്രീ ആണ്. എന്റെ പൊന്നു എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നേരിട്ട് കാണുന്ന കരുതി. സൂപ്പർ. യുവർ വൈഫ് ഇസ് എ ഫാന്റാസ്റ്റിക് പ്ലെയർ. ഇവളടിക്കുന്ന സ്ട്രോക്സില് ബോൾസ് ഒക്കെ അങ്ങ് പറന്നു പോവുക. ഓ റിയലി? എന്തായാലും നീ ഇന്ന് ഇവിടെ എത്തിയില്ലേ? യു വിൽ സീ ഇറ്റ്. അയ്യോ എനിക്കതിനൊന്നും സമയമില്ല. ഒരുപാട് ജോലിയുണ്ട്. ലോട്ട് ഓഫ് മീറ്റിംഗ്സ്. 6 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, പിന്നെ 7 മണിക്ക്, and then 8 o'clock a 300 crore deal. It's really hectic. അതില് 1% ഈ പാവപ്പെട്ടവന് തരുന്നേ. ഏയ് 1%ഓ? നീ വേണമെങ്കിൽ മുഴുവൻ എടുത്തോ, നിനക്കില്ലാത്തതാണോ? കളി കഴിഞ്ഞതും താജിലേക്ക് ഡിന്നറിന് വരുന്നോ? Yeah, of course. Then see you there. See you, Punu. Bye. See you soon. Okay. അതെ, ഇന്ന് കുടുംബശ്രീ മഹിളാ അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. എന്നാ ഇറങ്ങട്ടെ? ഇവളും നിന്റെ ഹസ്ബൻഡിനെ പോലെയാ. നേരം വെളുത്തായ മതി ഓടും. കുടുംബശ്രീ മഹിളാ അസോസിയേഷൻ പറഞ്ഞ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അല്ലാതെ വേറെന്താ പണി? പിന്നെ സന്ധ്യ ആയാലോ അമ്പലത്തിൽ പോക്കും വഴിപാടും പൂജയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. ചെല്ല്. Bye. Shall we? Let's go. ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറക്കം വന്നില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ നിന്റെ ഓർമ്മ വരിക. എന്നെ നീ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. ആ ഓപ്പൺ ഫീൽഡിൽ തണുത്ത കാറ്റിൽ ആ പുല്ലുകളുടെ ഇടയിൽ നിന്റെ ഒപ്പം ഞാൻ. ഓ
കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ? ഹേ, അവിടെ നിൽക്ക്. ഹേ, സ്റ്റോപ്പ്. ഹേ, നിൽക്ക്. വാ വാ, ആരാടാ നീ? നിന്റെ പിന്നാലെ വാ. ഹേ, ദോ ആ ഫൂട്ടേജ് കൊടുത്താ. ഹായ്, കൊള്ളാലോ ഈ വേഷം. വേണ്ട, അങ്ങനെ പ്ലീസ്. ആ. നോ നോ അപ്പൊ പ്ലീസ്. ശരി. അവിടെ നിൽക്ക. നിൽക്കൂടാ. അങ്ങനെ വാ. മര്യാദക്ക് അത് തന്നോ, അല്ലെങ്കിൽ നിന്നെ മോനെ. കൊന്നുകളയും ഞാൻ. ദാ. ദാ നിക്കടാ അവിടെ. Oh God. That's okay. Next week I'm coming to London. I hope our meeting will go as per the schedule. No, I don't want any further delay. Bye. Okay, Ponu. എനിക്ക് ലേറ്റായി, ഞാൻ ഇറങ്ങട്ടെ. ടേക്ക് കെയർ പൊന്നു. See you. See you. എത്ര വേണം നിനക്ക്? ആ ടേപ്പ് എനിക്ക് തരാനായിട്ട് എത്ര വേണമെന്ന് പറയ. 5 ലക്ഷം? 5 രൂപ ഉണ്ടാക്കാൻ നിന്നോണ്ട് പറ്റില്ല. റോട്ടിൽ പോയിട്ട് പിച്ചി എടുക്കല്ലേ ഇതിലും ഭേദം. 10 ലക്ഷം? എടാ പണ്ടാരക്കാല, നീ എന്തോട്ടാ ചെയ്തത്? 20 lakhs? 8 സബ്ജക്റ്റില് 7 സബ്ജക്റ്റില് നീ ഫെയിൽ ആയല്ലോ. എന്താടാ നീ ചെയ്യാൻ പോണേ? ഓക്കെ, ടേക്ക് ഇറ്റ്. 50 lakhs. നിന്നെ പോലൊരു ഭിക്ഷക്കാരൻ ഇത്രയും വലിയൊരു എമൗണ്ട് കണ്ടിട്ടുണ്ടാവില്ല. ഏയ് സ്റ്റോപ്പ്. ഐ ആം സോറി. ഞാൻ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിനക്ക് എത്ര വേണമെന്ന് നീ തന്നെ പറ. എനിക്ക് കുടിക്കാൻ 1 ഗ്ലാസ് വെള്ളം വേണം. പ്ലീസ് ഇപ്പോഴെങ്കിലും പറ, നിനക്ക് എത്ര വേണമെന്ന്. എനിക്ക് കാശൊന്നും വേണ്ട. നിന്നെ ചോദിക്കുന്നു വിചാരിച്ചോ? എന്റെ റൂട്ട് വേറെയാ മോളെ.
വെറുതെ രണ്ട് ശരീരങ്ങൾ തമ്മിൽ ചേരുന്നതല്ല, മനസ്സും മനസ്സും തമ്മിൽ ചേരുന്ന ദിവ്യമായ വികാരമാണ് പ്രണയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്താ ചോദിക്കുക? 1 crore. ഛേ, വേറെ എന്താ വേണ്ടത് നിനക്ക്? അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ജീവിക്കുന്ന കാലം മുഴുവൻ പണക്കാരനായിട്ട് കഴിയണം. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. വെറും 6 വർഷത്തിനുള്ളിൽ 600 കോടി സമ്പാദിച്ച മിടുക്കനാണ് നിങ്ങളുടെ ഭർത്താവ്. അയാള് ഇവിടെ ഇരിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ മാഡത്തിനെ വളരെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഈ ഭാഗ്യമെല്ലാം വന്നു ചേർന്നെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. പാലുകാരന് കൊടുക്കുന്ന കാശ് മുതൽ ബാങ്ക് അക്കൗണ്ട് വരെ നിങ്ങളുടെ ഒപ്പില്ലാതെ ഒന്നും നടക്കില്ലല്ലേ മാഡം? അതെനിക്കറിയാം. അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ ഇങ്ങനെ വഞ്ചിക്കാമോ? അതൊക്കെ പോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു പൊന്മുട്ടയിടുന്ന സ്വർണ്ണ താറാവിന് എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ വെറും ഒരേ ഒരു കോടിക്ക് വേണ്ടി മാത്രം അതിനെ കൊല്ലണോ മാഡം? ആദ്യം എന്റെ പ്ലാൻ എന്താണെന്ന് കേൾക്കേ. എന്റെ മരണം വരെയുള്ള എല്ലാ ചെലവുകളും മാഡം നോക്കണം. ഇങ്ങനെ തലയ്ക്ക് കൊടുങ്കൈ കുത്തിയിരുന്നാൽ വീടിന് ദോഷമാണെന്നാണ് പറയുന്നത്. എന്റെ ഡീലിന് മാഡം ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാതങ്ങ് പൊയ്ക്കോളാം. മച്ചാ, ലൈഫ് സെറ്റിൽ ആടാ, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓ കൂർക്കം വലിച്ച് ഉറങ്ങാതെ എണീക്കട ചെറുക്കാ, ഉറക്കം തൂങ്ങി. ഇറങ്ങേണ്ട സ്ഥലത്ത് എണീക്ക്, എല്ലാരും എണീക്ക്. ഇതന്നെയാണോ സ്ഥലം? വാട്ട്? ഒറ്റ ആഴ്ചയിൽ 25 ലക്ഷം രൂപ ചെലവ് ചെയ്തിരിക്കുന്നു. നിന്റെ തലയ്ക്ക് വല്ല സുഖമില്ലേ? 10,000 റുപ്പീസ് കൊടുത്താൽ തന്നെ ഇവിടെ കൈവിട്ട ആളുണ്ട്. 20,000 കൊടുത്താലേ കാലെടുക്കും, 50,000 കൊടുത്താലേ തലയെടുക്കാനും ആളുണ്ട്. ജസ്റ്റ് തൗസൻഡ്സിൽ തീർക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ എന്തിനാ ഇത്രയും ലക്ഷം ചെലവ് ചെയ്തത്? ലുക്ക്, യു ജസ്റ്റ് സേ യെസ്, ഐ വിൽ കിൽ ഹിം. ഹലോ, നീ എപ്പോഴാ വന്നത്? 5 മിനിറ്റായി. നിനക്ക് ഇനി ഓഫീസിൽ നിന്ന് ഇറങ്ങാനായില്ലേ? Meeting. Tomorrow I'll be leaving to London to attend a conference. I'll be back after 1 week. അതെ, നിന്റെ വൈഫിന്റെ ഒപ്പം കുറച്ചൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം. അവൾക്ക് ഫോൺ കൊടുത്തേ. ഹായ് പൊന്നു. പറയൂ. നീ എന്താന്ന് കളിക്കാൻ പോയില്ലേ? ഇല്ല, ഇന്ന് പോയില്ല. എന്താ പറ്റിയേ? അത് എന്റെ കാലൽപ്പം ഉളുക്കി. ഡോക്ടറെ ഫോൺ ചെയ്യണോ? ഇല്ല, അത്ര കാര്യമായിട്ടൊന്നുമില്ല. മരുന്ന് തേച്ചിട്ടുണ്ട്, മാറിക്കോളും. അതെ, നീ അവനൊന്ന് ഫോൺ കൊടുത്തേ. ഉളുക്ക് പറ്റുന്ന പോലെ നീ എന്താ അവളെ ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ല. എന്റെ പൊന്നു, ഏത് ടൂർണമെന്റിലും പോയി ജയിക്കണ്ട. മൈ വൈഫ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ഫോർ മീ ദാൻ എനിത്തിങ് എൽസ്. യു പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഹർ, ഓക്കെ? ഐ വിൽ. എന്റെ ഫ്രണ്ട് എന്താ പറഞ്ഞെന്നറിയോ? രാകേഷ്, എനിക്കിതൊന്നും ശരിയായി തോന്നുന്നില്ല. എന്തു പറ്റി? ഒരു പഠിപ്പും വിവരവും ഇല്ലാത്തവനായി പറയുന്നത്. ഇങ്ങനെ കിട്ടുന്ന സുഖത്തിനേക്കാൾ കൂടുതൽ മനസ്സും ചേരുമ്പോ കിട്ടുന്ന സുഖമെന്ന് വേറെ തന്നെയാ. നമ്മൾ ഇത്രയെല്ലാം പഠിച്ചിട്ടും നമ്മൾ ഒരു വലിയ തെറ്റ് ചെയ്തില്ലേ? ആദ്യത്തെ തവണ തെറ്റേത അത് തെറ്റ്, 100 വട്ടം തന്നെ ചെയ്ത ഇറ്റ്സ് എ സ്റ്റൈൽ. എനിക്ക് ആ സ്റ്റൈൽ വേണ്ട. നടന്നതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതി നമുക്കതെല്ലാം മറന്നു കളയാം. എനിക്കത് പറ്റില്ല ഡിയർ. ആ പുല്ലിന്റെ മണവും നമുക്കവിടെ ഉണ്ടായ സന്തോഷമൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല ഡിയർ.
ചെറുക്ക അങ്ങോട്ട്. നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാനാ? നീ വന്ന് കാറി കയറ്, അവിടെ ഇരുന്നോണ്ട് പറയാം. എന്താ കാര്യം ഇവിടെ വെച്ച് പറയാ? ഇരുന്ന് സംസാരിക്കാവടാ. വന്ന് കേറ്, വാ വാടാ. ഇവനെ നമുക്ക് ബാക്ക് സീറ്റിലിരുത്താം. നീയൊക്കെ മണ്ടന്മാരായി പോലടാ. അവിടെ വെച്ച് ചോദിച്ചല്ലേ എന്താ കാര്യമെന്ന്, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ചോദിക്കുന്നത്. ഏയ് ഞങ്ങൾക്ക് ടേപ്പ് വേണം. അതിനെന്താ ചിറകുണ്ടോ പറന്നു വരാനായിട്ട്? അഡ്രസ് തരാം, നിങ്ങൾ തന്നെ പോയി എടുത്തോളൂ. നീ ആള് കൊള്ളാവല്ലോടാ. ഇൻസ്പെക്ടറുടെ വീട്ടിൽ പോയി ആ ടേപ്പ് എടുക്കണമെന്നാ. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എവിടെയാണല്ലോ ടേപ്പ് വന്നേ തീരൂ. എടാ മണ്ട, ടേപ്പ് ഇങ്ങോട്ട് വരില്ല. അയ്യോ ചോര. ഹലോ സാർ, ഞാൻ വെങ്കടേശ്വരനാ സംസാരിക്കുന്നത്. ഇവൻ ഏതാ സാറേ? ഒറ്റയടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ വാവിട്ട് കരയില്ലേ? ഇവനെ തല്ലാൻ വേണ്ടിട്ടാണോ സാർ ഇത്രയും പേരെ അയച്ചത്? അവൻ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അവന്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ആ ടേപ്പ് റെക്കോർഡർ വാങ്ങിച്ചിട്ട് അവനെ സംസാരിക്കാത്ത രീതിയിൽ ആക്കി കളയണം. സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒരു 5 മിനിറ്റിനുള്ളിൽ കാര്യം തീർത്തേക്കും. എന്താ ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നേ? സ്റ്റോപ്പ് ഇറ്റ്. മേഡം മേഡം എന്ത് പറ്റി മേഡം? അത് ഞാനൊരു സിനിമ കണ്ടോണ്ടിരിക്കുക. ഓ, ബിഗ് ബഡ്ജറ്റ് സിനിമയല്ലേ, അപ്പൊ പിന്നെ ബാക്കിയുടെ ആകട്ടെ. No, no, please. No, no. Stop it. Stop it. No, please, please, please. ബെൽജിയം ക്ലാസ് എന്റെ ഭർത്താവ് എനിക്ക് സ്നേഹത്തോടെ തന്നതാ. അങ്ങനെയാണോ? നിന്റെ ഭർത്താവ് തന്നതല്ലേ?
ആ മനുഷ്യൻ എന്താണെന്ന് നിനക്ക് അറിയാവൂടി? പ്ലീസ് സ്റ്റോപ്പ് പ്ലീസ്. 25 ലക്ഷം ചെലവായി പോയത് കൊണ്ടല്ലേ എന്നെ തല്ലാനായി നീ ഗുണ്ടകളെ വിട്ടത്. ഇപ്പൊ ഈ പൊട്ടിപ്പോയതൊക്കെ വാങ്ങിക്കാനായിട്ട് എത്ര ചെലവാകുന്നു നിനക്കറിയാലോ അല്ലേ? ഞാനൊന്നും ചെയ്തില്ല. രാകേഷാണ് നിങ്ങളെ ആളെ വിട്ട് അടുപ്പിച്ചത്. അവൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു നീ ഈ മണ്ടത്തരം കാണിക്കാവോ? ദേ നോക്ക്, ഞാൻ പണക്കാരനായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയാവുന്നുള്ളൂ. പണക്കാരനായി ഉറങ്ങുന്നു, പണക്കാരനായി എണ്ണിക്കുന്നു, പണക്കാരനായി ഭക്ഷണം കഴിക്കുന്നു, പണക്കാരനായി മരിക്കുകയും ചെയ്യും. ഇത് തടയാനായി നീ ശ്രമിച്ചാലുണ്ടല്ലോ, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നിനക്കിഷ്ടപ്പെട്ട ഓരോ വസ്തുക്കളും ഞാൻ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നോക്ക്, എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്ന്, നിന്റെ കെട്ടിയവരോട് പറയണം, ഇല്ലെങ്കിൽ പോലീസിനോട് പറയണം. കെട്ടിയവരോട് പറഞ്ഞാൽ നിന്റെ ജീവിതം ഫിനിഷ്. അതല്ല നീ പോലീസിനോടാണ് പറയുന്നെങ്കിൽ എന്നെക്കാളും വലിയ തെമ്മാടികൾ അവിടെ ഉള്ളത്. മനസ്സിലായോ? സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. നീ ചെയ്ത തെറ്റിന് എന്തെങ്കിലും ശിക്ഷ തരേണ്ടതല്ലേ? ഇതുവരെ ഞാൻ ഇന്ത്യ വിട്ട് പുറത്തു പോയിട്ടില്ല. ഞാൻ എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കട്ടെ. ഏത് രാജ്യത്തേക്കാ പോകേണ്ടതെന്ന് ഞാൻ അറിയിക്കാം. അതത്ര എളുപ്പം നടക്കില്ല. നീ ഒന്ന് ഫോൺ ചെയ്താ പോരാ, എല്ലാ കാര്യങ്ങളും അതിന്റെ മുറയ്ക്ക് നടന്നോളും. ഒപ്പം ഞാൻ ഇറങ്ങട്ടെ. രാജ, ഏത് രാജ്യത്തേക്കാ പോകുന്നതെന്ന് പറയടാ, എനിക്ക് പെട്ടെന്ന് പോവാൻ തോന്നുന്നു. ടോയ്ലറ്റ് തന്നെ അവിടെയാടാ, അങ്ങോട്ട് പോകും. നമുക്ക് മീനാക്ഷി കോവിലേക്ക് പോവാം. ഞാനടേ മീനാക്ഷി അമ്മ കോവിലിൽ ഞാൻ വരുന്നില്ല. വേണമെങ്കിൽ ബോട്ടിക്ക് പോവേ. ബോട്ടി എടാ, അത് ബോട്ടിയല്ല, ഊട്ടി. മനസ്സിലായോ? എങ്കിൽ സോറി. അപ്പൊ ശരി, എനിക്ക് ടീ വേണോ? ടി വണ്ടി റെഡിയാക്കി. നിങ്ങൾ ഫ്ലൈറ്റില് മേളില് പോകുമ്പോ ഞാൻ താഴെ വരുന്നോ? ടി വണ്ടിയിൽ വരും. നീ ശരിയാവും തോന്നില്ല, പെട്ടെന്ന് സ്ഥലം വിട്ടു. അത് വിട്ട് കളഞ്ഞോന്നേ. എന്റെ ജീവനൊക്കെ ആകാശത്തിൽ വെച്ച് പോണെന്നാണെങ്കി അത് ആർക്കാ സാധിക്കുക? പിന്നെ വേറൊരു കാര്യമുണ്ട്. നീ ഇടക്കേറി വെടിപൊട്ടിക്കല്ലേ? ഞാൻ നിർത്തി. എടാ പൊട്ടന്മാരെ, കുഞ്ഞുങ്ങളേക്ക് വിട്ട് സീരിയസ് ആവടാ, കുറച്ച് ഡീസന്റ്. രാജ, അവിടെ ഞങ്ങൾക്ക് ബെല്ലി ഡാൻസ് കാണിച്ചു തരുമോ? എന്താ വയറുവേനയാണോ? ഓം വാട്ടർ കുടിക്ക്, നിന്റെ വയറിളക്കം എല്ലാം ശരിയാവും. എന്താ എല്ലാരും വ്യത്യസ്തമായ ഡ്രസ് ഇട്ടിരിക്കുന്നത്? സിറ്റി പോയാൽ മോഡേൺ ആവണം, നാട്ടില് സിമ്പിൾ ആയിരിക്കണം. ഇത് മലേഷ്യൻ സ്റ്റൈലാ മോനെ. നിന്നെ പോലെ പഴഞ്ചനായിരിക്കണം എന്നാണ് പറയുന്നത്. പൂച്ചയും പുലിയുടെ വർഗ എന്നും പറഞ്ഞ പൂച്ചയ്ക്ക് പുലിയെ പോലെ വേട്ടാടാൻ പറ്റുമോ? നീ അതുപോലെ തന്നെ ഒരു കറുത്ത പൂച്ച. രാജ, എടാ പൊന്നു മോനെ, നാട്ടില് കാളവണ്ടിയിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങളെ നീ ഇപ്പോ വിമാനത്തിലെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഈ കടപ്പാടൊക്കെ ഞങ്ങള് നിന്നോട് എങ്ങനെ തീർക്കാൻ? എന്ത് തള്ളുന്നേ? എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. നീ എന്തൊക്കെയോ കേൾക്കുന്നു. അങ്ങനെയാണോ? ശരി ശരി. ചുമ്മാതിരിക്കെ വഴക്കിടാൻ വേണ്ടിട്ടാണോ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്? ഓക്കേടാ രാജ. രാജ, മലേഷ്യയിൽ ചുറ്റിക്കാണാൻ ഒരുപാട് സ്ഥലമുണ്ട്. അതേടാ. ആര് നമ്മളെ കൊണ്ടുപോയി കാണിക്കും? സുന്ദരി, സൂപ്പർ, ചേട്ടത്തി. കണ്ടില്ലടാ, ഇവന്റെ ചേട്ടത്തിയമ്മ അത്രേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ചേട്ടത്തിന്നാ. കാലം പറഞ്ഞു തരോടാ, ആരുടെ ചേച്ചിയാണ് ആരുടെ ചേട്ടത്തിയമ്മയാണെന്നൊക്കെ. കോളേജിൽ ഞാനല്ലേ എല്ലാവർക്കും ചെയ്തു കൊടുത്തത്. ആൻഡ് മോർ ഓവർ എന്റെ PG ഉണ്ടല്ലോ, സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്, റൈറ്റ്? ഞാൻ ഇവിടെ ഉള്ളിടത്തോളം നിങ്ങൾ ആ കാര്യം മലയാളിയാ. ബൈ. ഹായ്. നമസ്കാരം മാഡം. ഹായ്. മലയാളിയാ? മലയാളത്തിൽ കവിത വരെ എഴുതുവന്നേ. ഞാനൊരു മലയാളി പെണ്ണാ. നിങ്ങളൊക്കെ ആരാ? ഹലോ, അത് പോട്ടെ, നീ ആരാണ്? എന്താ ഇങ്ങോട്ട് വന്നത്? വന്ന കാര്യം പറ. ആക്ച്വലി എന്റെ അച്ഛൻ NRI ആണ്. കോളേജ് PG എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു പോകുന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നിങ്ങളൊക്കെ ഏത് നാട്ടുകാരാ? മലപ്പുറം അല്ലേ? ഓ ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ എന്റെ നാട്ടുകാരല്ലേ? നമുക്ക് വീട്ടിലേക്ക് പോ. ആരുടെ വീട്ടിലേക്ക്? ഷട്ടപ്പല്ലേ?
ആദ്യം പരിചയപ്പെടാന്ന് അല്ലേ? മാഡം മൈ നെയിം ഈസ് മിത്രൻ, സെലിബ്രിറ്റി ഫിഗറാ. ഇവൻ ഞങ്ങളുടെ ഫ്രണ്ട് സുനില. ഞങ്ങൾ ഇവനെ ചുരുക്കിയിട്ട് സുലു എന്നാ വിളിക്കാറ്. അവൻ ഞങ്ങളുടെ ബോസാ. നാട്ടും പുറത്തിരുന്ന ഞങ്ങളെ മലേഷ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മഹാചക്രവർത്തിയാണ്. ഇവന്റെ പേര് അനിൽ, കമ്പ്യൂട്ടറിലെ മാസ്റ്ററാ, ആര്യഭട്ട. ഇവനാരോ മനോഹരൻ. മലപ്പുറത്തിനും മലേഷ്യക്കും തമ്മിൽ എന്താ ബന്ധം? അതവിടെ പൂച്ചയാ, പുലിയാണ്. എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. എന്റെ അമ്മേ. ബ്യൂട്ടിഫുൾ. അപ്പൊ ഇദ്ദേഹം എടാ ചുബ്രു, പുള്ളിക്കാരൻ മലയാളിയാടാ. പാട്ട് കേട്ടിട്ട് പിന്നെ തന്നെ പോടാ. ഇദ്ദേഹം മ്യൂസിക് ലവറാ? അതെ, പക്ഷെ കാത് കേൾക്കില്ല. കാത് കേൾക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഹെഡ്ഫോൺ കാത് കേൾക്കാത്ത കാര്യം ആരും മനസ്സിലാക്കാതിരിക്കാനായിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് ഷോ കാണിച്ചോണ്ടിരിക്കുക. ഫണ്ണി ഗൈസ് മാൻ. ബൈ ബൈ ബൈ. അയ്യോ പോയല്ലോ. എന്താ ഒരു ചന്തം. ബൈ ബൈ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട്. ഇവിടെ വന്ന്. ഇവളെ കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരി പോലെ ഉണ്ടല്ലോ. എങ്ങനെയാ പറയുന്നേ? ദാ നോക്കിക്കോ, ഇപ്പൊ കാണിച്ചു. ഐ എം സോറി, അറിയാതെ ഇടിച്ചു പോയതാ. ഓ ഷിറ്റ്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഇത് നമ്മുടെ നാടൊന്നുമല്ല. ഈ കാര്യം അവളുടെ അച്ഛൻ അറിഞ്ഞിരുന്നെങ്കിലേ. കം കം കം. എന്താ ഒരു ചന്തം. എന്താടാ പറ്റിയേ? ചിലതൊന്നും പറയാൻ പറ്റില്ല, അനുഭവിച്ചറിയണം. എടാ സുല്ലേ, കൊറേ നേരമായി നീ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു. വേറെന്തെങ്കിലും ചെയ്യേ. ജീവിതകാലം മുഴുവനും സൈക്കിൾ ചവിട്ടണം അത്രേ. അവന് ജോണി ലിവർ ആവണമെന്നാ പറയുന്നേ. നിന്റെ ലിവർ നോക്കിക്കോ. സൈക്കിൾ ചവിട്ടി കൈയും കാലും ബാക്കിയായത് ഭാഗ്യം. നിന്റെയൊക്കെ അവസ്ഥ അത് തന്നെയാ. നിന്റെ ബോൾ ആദ്യം സൂക്ഷിച്ചോ. എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ. ടയർഡായി, നമുക്ക് പോയി കുളിക്കാൻ പോ. എടാ രാജ, നിന്നെ പോലെ മസിൽ വരാൻ എന്താടാ ചെയ്യണ്ടേ? ഞാൻ പറയാം. ദിവസവും 4 ബിയർ, 4 പാക്കറ്റ് സിഗരറ്റ്, 4 കടലമുട്ടായി. എന്താടാ എന്നെ കൊല്ലം നോക്കാണോ? പൊട്ടത്തരം പറയുന്നേ. രാജ അങ്ങോട്ട് നോക്ക്. നമ്മളുള്ള അതേ സ്ഥലത്താണോ എവിടെ ഉള്ളത്? മലയാളിയാണോ മദാമയാണെന്നേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. Hey, what are you doing, man? What the hell is this? What the hell are you doing here? No, there's no problem. There is no problem. Send him out. I don't want this guy to be here in this hotel, okay? Please, Hey, you guys, listen here. You get lost from here right now. Please leave her.
നീ പോ. വാ രാജ, ഇവന് മാത്രം ഹോട്ടലുള്ളൂ. മനോഹര മനോഹര എവിടെയാടാ അവൻ? ഇവനിത് എവിടെ പോയി കിടക്കുക? ഞാൻ ചോദിച്ചു. എന്തുപറ്റി? അദ്ദേഹം എവിടെ പോയി? ഞാനിവിടെ ഉണ്ടല്ലോ. നീ അല്ല, പിന്നാരാ? മനോഹരൻ. മാഡം, മനോഹരനെ കാണുന്നില്ല. എങ്ങോട്ട് പോയതാണെന്ന് അറിയില്ല. ലോറിയിലൊന്നും കേറി കാണില്ല. ഇവിടെ എവിടെയെങ്കിലും കാണുന്നേ. വാ നോക്കാം. വാ വാ. മനോഹര മനോഹര കാതിക്കൂനെ 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 കൂനക്കാച്ചി 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 കാതിക്കൂനെ കാതിക്കൂനെ കാതിക്കൂനെ. ഹായ്. Hi. Did you see Indian Manoharan here? I don't know. Parana tu ay maila tu. Katikune katikune Oh, what's katikune. Oh. Kunakati kunakati kunakati. ഇവനിത് എവിടെ പോയി കിടക്കുക? നമ്മുടെ മനോഹരൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അവന്റെ മനസ്സ് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. കൺഫേം ആയിട്ട് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. Hi, Manoharan darling. You're looking very beautiful. Hi. ഇതെന്താ കെറ്റപ്പാ? ആളാകെ മാറിയല്ലോ. അത് മലപ്പുറം കെറ്റപ്പ്, ഇത് മലേഷ്യ കെറ്റപ്പ്. ഓക്കേ. നീ എന്താ ഈ പിച്ചക്കാരോട് നടക്കുന്നത്? നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ തേരാപ്പാര എത്ര നടന്നെന്നറിയോ? ഞങ്ങൾ പിച്ചക്കാരല്ലേ? നീ എന്താണ് പറഞ്ഞു? ഒരു പെണ്ണ് അടുത്ത് വന്നപ്പോഴേക്ക് ഞങ്ങളെ പിച്ചക്കാരൻ ഇന്ന പിടിച്ചോ. എന്റെ ദൈവമേ, എന്നെ അടിച്ച് ഈ ഗതിയിലാക്കിയല്ലോ. സൂപ്പർ. മലേഷ്യ. മലേഷ്യ എന്ന് വെച്ചാ മലേഷ്യ. Cheers. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യത്തെ പെഗ് അടിക്കുന്നതിന് മുമ്പാണ് ചിയേഴ്സ് പറയേണ്ടത്, അല്ലാതെ മൂക്കുമുട്ട കുടിച്ചതിന് ശേഷം അല്ല. സോറി, മറന്നുപോയി. ഒരു നിമിഷം. രാജ, നീ വളരെ മോശമാടാ. മലേഷ്യ കൊണ്ടുവന്ന് ബെല്ലി ഡാൻസ് കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് ടിൻബീർ റോഡരികിൽ ഇരുത്തില്ലടാ. എന്താടാ അത്? എപ്പ നോക്കിയാലും ബിയർ അല്ലെങ്കിൽ ചോറ്. ഇത് ബോറാടാ. വാട്ട് ഈസ് ദിസ്? ഇറങ്ങി പോടാ. അതൊക്കെ വിടറ. മലേഷ്യയിൽ നിന്ന് പോകുന്ന മുമ്പ് നമുക്കതൊക്കെ അറിഞ്ഞേ പറ്റും. മനസ്സിലായോ? താങ്ക്സ് മോനെ. ഏയ്, എനിക്ക് ഒരാഗ്രഹമുണ്ട്. എന്താടാ വേണ്ട? എനിക്കൊന്ന് മസാജ് ചെയ്യണം. മസിലില്ലാത്ത നിനക്ക് മസാജ് ചെയ്യാത്ത കേടാണോടാ? ഇപ്പൊ എന്താണ് നീ പറഞ്ഞേ? മസാജ് ചെയ്യാണെങ്കിലേ അത് പെണ്ണുങ്ങളുടെ കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്നാ പറഞ്ഞേ. നിനക്ക് വേണോ അതോ വേണ്ടയോ? പെണ്ണുങ്ങളുടെ കൈ കൊണ്ടാ? എന്റെ ജീവിതത്തിൽ ഇതാണ് ആദ്യത്തെ. എനിക്ക് ചോറ് എന്നാലും ഇല്ലെങ്കിലും ഒന്ന് മസാജ് ചെയ്താടാ. ഓക്കേടാ മോനെ. Done. Last time also we came here, na? What about that? Yeah, that's so beautiful. ഹേ, അങ്ങോട്ട് നോക്ക്. അത് നമ്മുടെ നാട്ടുകാരല്ലേ. വാ നമുക്ക് പോയി സംസാരിക്കാം. നീ പോകൂ, ഞാൻ വരുന്നില്ല. ഓക്കേ. ഓക്കേ. ഹേ. Hey, move! This is my seat. I don't know where are you from. Seriously, you don't understand? Move! I don't have time. Move, come on. മനോഹര, നീ ഇവരെ നോക്കണം. ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അതിങ്ങോട്ട് തന്നേക്ക്. ഹലോ, സൂപ്പ് വേണോ? സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയായിരുന്നു. അല്ല, ഇതെങ്ങനെയാ? വിൽക്കുന്ന മനോഹരൻ വിൽക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ വിൽക്കുന്നു. അതൊന്നുമില്ല. ഇതകത്തെ ഞാൻ ക്ലിയർ. അവൻ വിൽക്കും. Miss India, beauty queen. Hey, where are you going? Hey, what are you doing here? Leave her. Leave her hand. I'll kill you. Come on, come, let's go. കൊള്ളം നായിന്റെ മോനെ. സോറി. സോറിന്നോ? ആക്ച്വലി നിങ്ങൾ ചെയ്ത ഈ ഉപകാരത്തിന് ഞാനാണ് നിങ്ങളോട് താങ്ക്സ് പറയേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്നോട് സോറി പറയുന്നോ? ഹൗ പുവർ. ഹലോ,
ഞാൻ സോറി പറഞ്ഞത് അന്ന് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് മിസ്ബിഹേവ് ചെയ്തതുകൊണ്ടാണ്. നന്നായി അഭിനയിക്കുന്നുണ്ട്. റൗഡികളെ നിങ്ങൾ തന്നെ അയച്ച് അവരെ ഭയപ്പെടുത്തി തുരത്തി ഓടിക്കുന്നത് നിങ്ങൾ തന്നെ. ഇത്തരം ചീപ്പ് ടെക്നിക്കൊന്നും എന്നോട് വേണ്ട. തന്റെ അടുത്ത് കൺവിൻസ് ചെയ്യാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. പിന്നെ ചീപ്പ് ടെക്നിക്ക് കാണിച്ചെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ആവശ്യം എനിക്കില്ല. നിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നതാണ് എന്റെ സ്വഭാവം. നിന്നെയൊക്കെ രക്ഷിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു നിമിഷം നിൽക്കൂ. ഇതൊക്കെ എനിക്ക് ഉറുമ്പ് കഴിച്ചതുപോലെയുള്ളൂ. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ കെട്ടും വരെ മിണ്ടാതെ നിന്നേ? നിൻമിഴികൾ എന്നെ കൊല്ലുന്നേ. സ്മൈൽ സ്മൈൽ. അന്ന് എന്റെ ഭാഗത്തുനിന്നുണ്ടായതിന് ഞാൻ വീണ്ടും സോറി പറയാം. അതുപോട്ടെ, ഇവിടെ എന്താ ചെയ്യുന്നേ? ഇതെന്താ അന്ന് ചോദിക്കാതിരുന്നേ? അതെന്താ ഇപ്പൊ പറയാൻ പറ്റില്ലേ? ആദ്യം നിങ്ങളെ കുറിച്ച് പറയേ, എന്നിട്ടാവാം എന്നെ കുറിച്ച്. എന്നെ പറ്റി അങ്ങനൊന്നും പറയാനില്ല. നാട്ടിലായിരിക്കുമ്പോൾ ബിസിനസിന്റെ ടെൻഷനും പ്രഷറും, അതുകൊണ്ടൊരു 4 ദിവസം കൂട്ടുകാരായിട്ട് ഇവിടെ വന്ന് അടിച്ചു പൊളിച്ച് പോകാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. താനോ? എന്റെ അച്ഛന്റെ ആഗ്രഹം ഞാൻ ഫോറിൽ പോയി പഠിക്കണമെന്നായിരുന്നു. ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ. ഞാനിവിടെ പേയിങ് ഗസ്റ്റ് ആണ്. ഒരു 4 ദിവസത്തേക്ക് എനിക്കൊരു കമ്പനി തരാൻ ആഗ്രഹിക്കുന്നു. അയ്യോ, വേറൊന്നിനും അല്ല. 4 ദിവസം വെറുതെ ഒന്ന് കറങ്ങാമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. കറങ്ങുന്നതൊക്കെ എനിക്കും ആഗ്രഹമാണ്. എന്നാൽ പിന്നെന്താ പ്രശ്നം? എന്റെ ഫ്രണ്ട് റോജി ഉണ്ടല്ലോ, അവളും എന്റെ കൂടെ പേയിങ് ഗസ്റ്റ് ആണ്. ഇക്കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അതൊക്കെ വീട്ടിൽ അറിയിക്കും. എനിക്ക് അതാണ് പേടി. അത്രേ ഉള്ളൂ. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. രാജ, ഹലോ. ഇവളാണ് ജെസ്സി, PG ഹൗസ് കീപ്പിംഗ് ഇൻചാർജ്. ഓക്കെ ലെറ്റ്സ് മൂവ്. രാജ, ഇതാണ് എന്റെ റൂം. വെരി ഫൈൻ. അങ്ങോട്ട് നോക്ക്. എന്താ ഇവിടെ? ആ ഉയരത്തിൽ കണ്ടോ? ഓ, അതാണോ? അതെ, അത് ട്വിൻ ടവേഴ്സ് ആണ്. മലേഷ്യയിൽ വളരെ ഫേമസ് ആയത്. അത് നോക്ക്. ഓ, ടിൻസോ, നീ നിന്റെ ഫ്രണ്ടിനെ പോലെ അല്ലേ? അവിടെ പോയി നോക്കിയാലോ? ഹായ്. ഹലോ സർ. Can I see this? This one? ഇത് നന്നായിട്ടുണ്ട്. എനിക്ക് ഇത് മതി. ഹേയ്, എന്റെ സ്റ്റാറ്റസിന് ഇത്രയും വില കുറഞ്ഞ ഗിഫ്റ്റോ? നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിലുള്ള ഒരു ഗിഫ്റ്റാണ് വേണ്ടത്. Can you show something big? Sure sir. Wow. Marvelous. How about this? It's beautiful. It's really nice. Is this okay for you? How much is this? 1 lakh ringgits. 1 lakh ringgits. ഇതാ എടുത്തോളൂ. Is that okay? Not enough sir. Oh, not enough? ഈ PMമാരൊക്കെ എങ്ങനെയാ? ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തുമാത്രം ചെലവാക്കുന്ന അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. Anyway, keep this as an advance. I will come tomorrow and pick it up. Okay sir. Shall we move? ഹലോ. നമസ്കാരം. പ്രത്യേകിച്ചൊന്നുമില്ല. പെട്ടെന്നൊരു 50ന്റെ ആവശ്യം വന്നു. ഇവിടെ വെച്ചൊരു പെണ്ണിനെ കണ്ട് പ്രേമിക്കാൻ തുടങ്ങിപ്പോയി മാഡം. അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ഏയ്, നീ നിന്റെ മനസ്സിൽ എന്താ കരുതിയിരിക്കുന്നേ? നീ പറഞ്ഞതെല്ലാം കേട്ട് പേടിച്ച് നീ പറയുന്നതൊക്കെ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡ്? എന്താ സൗണ്ട് പോലെ അതങ്ങ് കൂടുന്നല്ലോ. ഞാനങ്ങ് ദൂരത്താണെന്നുള്ള അഹങ്കാരമാണോ? ഇതൊന്നും എന്റെ മുന്നിൽ വിലപ്പോവില്ല. ഞാനും കുറേശ്ശെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം. അതിന് ഹവാലയെന്നോ വൈൽഡ് ട്രാൻസ്ഫർ എന്നൊക്കെയല്ലേ പറയുന്നത്. അതിലയച്ചാ മതി. നാളെ നേരം വെളുക്കുമ്പോ കാശ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. നീ പറയുന്നത് പോലെയെല്ലാം ചെയ്യാൻ സാധിക്കില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെന്താ പറ്റാത്തെ? ഓ, അത്രയധികം വിശ്വാസമാണോ? ഫസ്റ്റ് റൂമിൽ പോയി നോക്ക്. അപ്പോ കാശ് അവിടെയായിരുന്നോ? ഇത്ര പണം ചെലവാക്കി നിന്നെ ഫോറിനിലേക്ക് അയക്കാൻ ഞാൻ എന്താ മണ്ടിയാന്ന് കരുതിയോ? റൺ 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 റൺ.
ഇതെന്താ? ഡ്രഗ്സ് ആണ്ടാ രാജ എടാ രാജ നമ്മുടെ പാസ്പോർട്ട് ഒന്നും കാണുന്നില്ല. നമ്മളെ ചതിപ്പെടുത്തിയതാ. വാ പെട്ടെന്ന് ഇവിടുന്ന് പോണം. വാ പെട്ടെന്ന് ഇറങ്ങ്. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റും. ഓടി വാ. എടാ രാജ നമ്മളിന്ന് എന്താ ചെയ്യാ? ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. പെട്ടെന്ന് ഓടി വാ. പെട്ടെന്ന് ഓടി വാ. ഓടി എടാ രാജ എങ്ങനെയെങ്കിലും ഇന്ത്യയിലെത്താനുള്ള വഴി നോക്കടാ. ഇവന്മാരുടെ കയ്യിൽ പെട്ടാൽ നമ്മൾ കമ്പി കണ്ടേണ്ടി വരുവാടാ. ഞാൻ എത്തിക്കോളാം, ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കോളാം. അല്ല ഈ നാട്ടില് പാട്ട് തെറ്റാണോ? എന്തിനാ പോലീസ് നമ്മളെ ഓടിക്കുന്നേ? പറയടാ. എടാളിയാ, ഞങ്ങളെയൊക്കെ വിളിച്ചോണ്ടൊന്ന് ഇങ്ങനെയാണോ ചെയ്യുന്നത്? പാസ്പോർട്ടും വിസ എല്ലാം അവിടെയാണ്. എങ്ങനെയാണോ നമ്മൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകുക? എടാ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ നന്നായി ജീവിച്ചിരുന്നവരാ നമ്മള്. വിശക്കൊന്നുണ്ടടാ. എനിക്ക് അമ്മയെ കാണണം. നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുപോകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നോക്കിക്കോളാം. ആ ബാഗ് ഇങ്ങനെ. Thank you, ma'am. ഹലോ മാഡം, പ്ലീസ് മാഡം, ഞങ്ങളെ രക്ഷിക്കണം മാഡം. കയ്യിൽ ₹1 പോലും ഇല്ല മാഡം. പോലീസുകാർ ഞങ്ങളെ പിടിക്കാൻ നടക്കുക. എന്നോട് ക്ഷമിക്കണം മാഡം, പ്ലീസ്. ക്ഷമിക്കാനോ? അതും നിന്നോടോ? നീ ഒരു പാമ്പാണ്. നീ പാവമാണെന്ന് കരുതിയ നീ കൊത്തും. ഫ്രണ്ട്സ് എല്ലാം നടുറോട് നിൽക്കുകയാണ് മാഡം. ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കും മാഡം. ഇനി ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഇന്ത്യയിൽ വന്ന ഉടനെ ആ കാസറ്റ് മാഡത്തിനെ തന്ന് ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കോളാം. എനിക്ക് നിറയെ ജോലിയുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. ബൈ. പ്ലീസ് മാഡം, ഇങ്ങനെയൊക്കെ ഞാൻ കാല് പിടിക്കുമെന്ന് വിചാരിച്ചു. നീ വലിയ മിടുക്കിയാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് പണ്ടേ അറിയാം മാഡം. ജനിച്ച് വീണ നാളെ മുതലേ ഞാൻ അത്ര നല്ലതല്ലെന്നാണ് എന്റെ വീട്ടുകാർ പറയുന്നത്. ഒരാണിങ്ങനെ കരയുന്നത് കേൾക്കുമ്പോ നിനക്കൊന്നും തോന്നില്ലായിരുന്നോ? ഇതൊന്നും ആലോചിക്കാതെയാണ് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടെന്ന് വിചാരിച്ചോ? എന്നെ കണ്ടാൽ അത്ര മണ്ടനായിട്ടാണ് തോന്നുന്നേ? ആദ്യം നീ അവിടുന്ന് എഴുന്നേക്കടി. എഴുന്നേറ്റ് പോയി നിന്റെ ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്യേ. നിന്റെ ഇമെയിൽ പോയി ചെക്ക് ചെയ്യേ. ഇൻബോക്സ് നോക്ക്. അത് ഓപ്പൺ ചെയ്യേ. ഫോട്ടോയൊക്കെ നല്ല ഭംഗിയായിട്ടില്ലേ? നീ അവന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് നിന്റെ ഭർത്താവ് കണ്ടു കാണും. ആ വീഡിയോയിൽ നിന്ന് ഒരേ ഒരു ഫ്രെയിം മാത്രമേ ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടുള്ളൂ. അത് മുഴുവൻ ഞാൻ അവൻ അയച്ചു കൊടുത്തിട്ടല്ലോ. പിന്നെ ഗോവിന്ദ
Rohit_yahoo.com എന്നല്ലേ? പ്ലീസ് 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 അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. നീ ചോദിച്ച കാശ് നിനക്ക് ഹാഫ് ആൻ അവർ കിട്ടും. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. നോക്ക്, സഹാനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവളുടെ അടുത്ത് എല്ലാ സത്യങ്ങളും പറയാന്ന് വിചാരിക്കുന്നു. ഞാൻ പണക്കാരനല്ല, അവളുടെ അടുത്ത് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന്. അംഗീകരിക്കാതിരിക്കോ അത് അവളുടെ ഇഷ്ടം. ശരി, പോയി പറയ്. അങ്ങനെ ചെയ്താ മതി, അതാണ് കറക്റ്റഡാ. ഹായ്. Hi, young man. How are you? വെരി സഹാന. She's gone വേർ? to the airport. പെട്ടെന്ന് വണ്ടി കയറി. എന്ത് ചെയ്യാൻ പോവാ? അർജന്റായിട്ട് എയർപോർട്ടിൽ പോകണം. ഓ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. ഹലോ. എന്താ അവളെ ഇവിടെ കാണാനില്ല? അവളിവിടെ എന്റെ കൂടെ ഇരിക്കുമ്പോ നീ അവളെ അവിടെ അന്വേഷിച്ചാ എങ്ങനെ അവളെ കിട്ടുക? അയ്യോ, ഞാനായിട്ട് അവളെ കൂട്ടിയിട്ട് വന്നതല്ല, അവള് സ്വയം വന്നതാ. കാരണം അവളെ അങ്ങോട്ട് അയച്ചത് തന്നെ ഞാനാണ്. അവൾ അവിടെ നടത്തിയതെല്ലാം ഞാൻ നടത്തിയ നാടകമാണ്. അവളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെല്ലാം എന്റെ ആൾക്കാരാണ്. മലയാളത്തിൽ കവിത വരെ എഴുതും. മലയാളി പെണ്ണാ ഞാൻ. രാജ, നീ നോക്ക്. രാജ നോക്ക്, അവളതാ അവിടെ നിൽക്കുന്നു. മനസ്സും ഒന്നാകുമ്പോ കിട്ടുന്ന സുഖം തന്നെ ഒന്ന് വേറെയല്ലേ? നീ അവളെ അഭിനയിക്കാൻ വേണ്ടി വിട്ടതായിരിക്കാം, പക്ഷെ അവൾ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നീ വെറുതെ ടെൻഷൻ ആവണ്ട, കൂളായി പോയി ഫ്ലൈറ്റിലിരിക്കെ. അടുത്ത 24 മണിക്കൂറിൽ നീ ഇവിടെ ഉണ്ടാവും. നിനക്ക് ആ പെണ്ണിനെ വേണമെങ്കിൽ ആ ടേപ്പ് എനിക്ക് തരണം. രാജാ, നീ ഒരു പാവ. വല്ലാതെ ക്ഷീണിച്ച പോലുണ്ടല്ലോ. ഇതാ ഈ ജ്യൂസ് കുടിക്ക്. പഴയ സ്പൂണിൽ കഴിച്ച് ശീലിച്ച നിനക്ക് എത്ര അഹങ്കാരമാണെങ്കിൽ
സ്വർണ്ണ സ്പൂണിൽ കഴിച്ചു വളർന്ന എനിക്ക് എത്രയുണ്ടാകും? അവൾ എവിടെയാണെന്ന് പറ. അയ്യോ, അവൾ ഇവിടെ ആയിരുന്നല്ലോ. നീ എന്താ അവളെ കണ്ടില്ലേ? ഒരുപക്ഷെ അവള് ചിറകും വെച്ചങ്ങ് പറന്ന് പോയി കാണും. ഇതുവരെയും നീയാണ് എന്നെ കളിപ്പിച്ചിരുന്നത്. ഇനി മുതൽ ഞാൻ നിന്നെ കളിപ്പിക്കാൻ പോവാ. ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നു. അത് നല്ല കാര്യല്ലേ? നിനക്കവളെ വേണമെങ്കിൽ ടേപ്പ്. രണ്ടുപേരും ശരിക്കും വിഡ്ഢികളാണല്ലോ. ഒരാഴ്ചത്തേക്ക് മാത്രം കൊണ്ടു നടന്നൊരു പെണ്ണിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ സ്വന്തം ജീവിതം നശിപ്പിക്കുവോ? അടുത്ത ആഴ്ച വേറെ രാജ്യത്തേക്ക് പോവും, അവിടെ വേറൊരു പെണ്ണോട് കറങ്ങും. അതിനടുത്ത ആഴ്ച മറ്റൊരു രാജ്യത്തേക്ക് പോവും, അവിടെ വേറൊരുത്തിയുമായിട്ട് കറങ്ങും. എനിക്ക് അന്നം തരുന്ന ദൈവങ്ങളാ. നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. കുടിക്കേ, നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കേ. എന്താ വേണ്ടേ? ഹലോ, എന്നോട് ഈ കളിക്കാൻ ശ്രമിക്കുന്നതേ ആ ഗ്രൗണ്ടിൽ കിടന്ന് ഗോൾഫ് കളിക്കുന്ന പോലാണെന്ന് വിചാരിച്ചോ? ഓരോ പ്രാവശ്യവും പ്ലാൻ ചെയ്യുന്നതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണല്ലോ. ഇതുപോലത്തെ ഒരു പഴം വിഴുങ്ങിയ ബോയ് ഫ്രണ്ടായിട്ടൊക്കെ കൊണ്ടു നടന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് 8ന്റെ പണിയായിരിക്കും തരാൻ പോകുന്നത്. നിനക്കല്ല, ഇപ്രാവശ്യം ഇവനാണ്. നിന്റെ വീട് ഗാന്ധിനഗറിനടുത്തായിട്ടല്ലേ? നോക്ക്, നിന്റെ ഭാര്യ മകളാ സമാജം സെക്രട്ടറി ആണല്ലേ? എടാ മണ്ടച്ചാരെ, നിങ്ങൾ രണ്ടുപേരും ഗോൾഫ് കോർട്ടിൽ കിടന്ന് കളിച്ചില്ലേ? ആ ഫോട്ടോസൊക്കെ ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട് വഴി നിന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കേ. ഹലോ സൗമ്യ, വീട്ടിൽ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ലല്ലോ, ആരും വന്നിട്ടില്ല. സെക്യൂരിറ്റിക്ക് ഫോൺ കൊടുക്ക്. സെക്യൂരിറ്റി, വീട്ടിലേക്ക് ആരെങ്കിലും വന്നിരുന്നു? ഇവിടെ ആരും വന്നില്ല സാറേ. അയാളുടെ ഒരു ഓട്ടോ വരുന്നുണ്ടെന്ന് ചോദിച്ചേ. സാർ ഒരു ആട്ടോ വരുന്നുണ്ട്. റെഡ് ഇട്ട ഒരുത്തിന്റെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചേ. ഒരു ചുമന്ന ഷർട്ട് ഇട്ട ഒരാൾ ആട്ടോ ഒന്ന് ഇറങ്ങിണ്ട് സാറേ. എനിക്ക് മേഡത്തെ ഒന്ന് കാണണം. മേഡത്തിനെ കാണണമെന്നാ പറഞ്ഞേ. ഈ കവർ കൊടുക്കാനാ? കയ്യിൽ കവറുണ്ട് സാറേ. മാറി നിൽക്കണോ അങ്ങോട്ട്? Number 14, 3rd block, 4th cross, Jayanagar. Please ask him to stop. മച്ചാ, നീ പോയ കാര്യമൊക്കെ ഓക്കെയാ. ഇനി തിരിച്ചു പോരും മച്ചാനെ. ഓക്കെ ബോസ്. ആരോടോ താൻ ചോദിക്കല്ലേ? പറയാമല്ലേ? എടി പെരുങ്കള്ളി, നീ അകത്തേറി ഒളിച്ചിരിക്കുകയാണോ? എന്നെ പറ്റിച്ചിട്ട് അങ്ങനെ സമാധാനായിട്ടിരിക്കാതെ വിചാരിക്കണ്ട. നിങ്ങളാണ് അവളുടെ മുത്തശ്ശി. ഇങ്ങനെയാണ് കൊച്ചുമോളെ വളർത്തുന്നത്. അവളെ കറങ്ങാൻ വിട്ടിട്ട് നിങ്ങൾ സൂചിച്ചിരിക്കുകയാണല്ലേ? ഇത്രയും കിടന്ന് ഒച്ച വെച്ചിട്ടും നിനക്ക് പുറത്തോട്ട് ഇറങ്ങാൻ മേലല്ലേ? ഇങ്ങോട്ട് ഇറങ്ങി പാടി. ഓഹോ, നിങ്ങളാണല്ലേ അപ്പൊ അഴിഞ്ഞാട്ടക്കാരുടെ തന്തയും തള്ളേ. കാശിന് വേണ്ടിയിട്ട് സ്വന്തം മോളെ എന്ത് കാര്യത്തിനോടെങ്കിലും പറഞ്ഞു വിടുവോ? എന്താ ഇവിടെ ഒരുത്തൻ നിന്നിങ്ങനെ ബഹളം വെക്കുന്നു, നിങ്ങൾ അത് കണ്ട് ആസ്വദിച്ചോണ്ട് നിൽക്കുന്നു. എടോ, പെട്ടെന്ന് ആളെ വിളിക്കണോ. സഹാന്റെ വീട് തന്നെയല്ല ഇത്. എന്തോ കുഴപ്പമുണ്ടല്ലോ. രാജേന്ദ്ര, ഇങ്ങോട്ട് വന്നേ. ആരെയാടോ അത് കന്നുകാലി അടിക്കുന്ന പോലെ ഇട്ട് അടിക്കുന്നത്? സാർ, ഏതോ റൗഡിയാണത്. കമ്മീഷണറുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. ഓ, അങ്ങനെയാണോ? എങ്കിൽ നടക്കട്ടെ. രാജന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. എടോ രാജേന്ദ്ര, ഒന്നിങ്ങോട്ട് വന്നേ. അതെന്റെ മരുമാനോടോ? നല്ല പയ്യനാ, അവനെതിരെ തല്ലുന്നേ. ഇതൊക്കെ പോയി കമ്മീഷണറോട് ചോദിക്കണം സാർ. ആഹാ, അതിനാണല്ലോ എന്നൊരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ ഡി ജി പോയിട്ട് സംസാരിക്കാം. താങ്ക് യു സാറേ. ആ, ഇരിക്കണം ചന്ദ്രൻ. പറയൂ, എന്താ കാര്യം? സാറ്, 2 ദിവസം മുമ്പ് 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 2 ദിവസം മുമ്പ്
അതെന്താന്ന് വെച്ചാ എന്റെ സ്റ്റേഷനില് എന്റെ മരുമകനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ കമ്മീഷണർ സാറിനോട് ഡയറക്റ്റായിട്ട് പോയി ചോദിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ മരുമകന്റെ പേരെന്താണ്? അവന്റെ പേര് രാജ എന്നാണ് സർ. പോയും പോയും രാജൻ എന്നാണ് അവന് പേര് വെച്ചിരിക്കുന്നത്. എടോ ചന്ദ്രൻ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് കൈക്കൂലി വാങ്ങാത്ത സ്റ്റാഫിൽ താനും ഒരാളായത് കൊണ്ടാണ് തന്നെ ഇവിടെ ഇരുത്തി ഞാൻ സംസാരിക്കുന്നത്. ആ തരത്തില് അവൻ എന്ത് തെറ്റാ ചെയ്തു സർ? എന്ത് തെറ്റാണെന്നോ? അവൻ പ്രശ്നമുണ്ടാക്കിയത് എന്റെ അമ്മാമന്റെ വീട്ടില്. അവൻ അങ്ങോട്ട് പോയി വായി തോന്നിയതൊക്കെ അസഭ്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അവനും അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവരാണെങ്കിൽ പേടിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ആരും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് അവന്റെ മീതെ ഞാൻ ആക്ഷൻ എടുത്തത്. സത്യത്തിൽ അവൻ വളരെ നല്ല പയ്യനാ സർ. അവൻ വളർന്ന സാഹചര്യമാണ് അവനെ അങ്ങനെ ആക്കിയത്. ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് എടുത്തത് ഞാനാട്ടോ. അങ്ങനെയാണോ മോനെ? എന്റെ മോൻ നല്ല മിടുക്കനാ, നല്ല കുട്ടിയേട്ടോ. അതിന് സാർ എനിക്ക് ഈ പേരെ സമ്മാനം തന്നമ്മേ. എന്താ കാര്യം? ഇത് കണ്ടോ, ഇവൻ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങി. അതെ, വളരെ സന്തോഷം കേട്ടാ. നീ രമേശിന്റെ വീട്ടിൽ പോ, അവിടെ സാധനം തെരഞ്ഞു വാങ്ങിച്ചിട്ട് പോരെ. ശരി അച്ഛാ. അങ്ങനെയുള്ള ഒരു പയ്യൻ അവന്റെ പിതാവിന്റെ അമിതമായ കൈക്കൂലി മോഹത്താൽ അവന്റെ ബാല്യകാലം വഴിതിരിഞ്ഞു പോയി. രമേശ് ഏട്ടനാണോ? ഞാൻ തഹസിൽദാരുടെ മോന്. ഓ, അത് നീയാണല്ലേ? കുറച്ചേരം നിക്ക് സാറേ. അത് പിന്നെ ഒരു മിനിറ്റ്. എന്നാ മോനെ, ഇത് നിന്റെ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്ക. ശരി. പലരിൽ നിന്നും കൈക്കൂലി വാങ്ങാൻ അയാൾ സ്വന്തം മകനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വെരി ഗുഡ്. കുട്ടികളുടെ മനസ്സ് ഒരു തുറന്ന പുസ്തകമാണെന്ന് പറയാറുണ്ട്. കൈക്കൂലി പണം അവന്റെ പിതാവ് ഒളിച്ചു വെക്കുന്നത് കണ്ടപ്പോൾ രാജയുടെ മനസ്സിൽ പലതരം മോഹങ്ങൾ ഉദിച്ചു. മറ്റു കുട്ടികൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ കണ്ട് തനിക്കും അതെല്ലാം അനുഭവിക്കണമെന്ന് രാജയുടെ മനസ്സിൽ തോന്നിത്തുടങ്ങി. രാജ, രമേശിന്റെ വീട്ടിൽ പോയിട്ട് അച്ഛാണെന്ന് പറഞ്ഞാ മതി. ശരി അച്ഛാ. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാത്ത ആ പിഞ്ചു മനസ്സിൽ സ്വന്തം പിതാവ് തന്നെ വിഷം കലർത്തി വെച്ചു. അത് തന്നെ അവന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റി. ചരിത്രരേഖകളിൽ പറയുന്നത് എന്തെന്നാൽ അന്ന് ആ രാജവംശം നടത്തിയ വാഴ്ചകൾ. അങ്ങനെ ശേഖരിച്ചു കൂട്ടിയ പിതാവിന്റെ കൈക്കൂലി പണം അവൻ ദൂർത്തടിച്ച് ചെലവഴിക്കാൻ തുടങ്ങി. തെറ്റായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാജ അടുത്ത ഘട്ടത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അച്ഛാ, രമേശ് ഏട്ടന്റെ വീട്ടിലേക്ക് എങ്ങാനും പോണോ? അതൊന്നും വേണ്ട, ഞാൻ പറയുമ്പോ പോയതീട്ടാ. നീ കാശ് എടുക്കടാ. ഏയ്, നാളെ തരാട്ടാ. നിന്നോട് കാശ് എടുക്കാനാ പറഞ്ഞു. ഞാൻ ആരാണ് തരടാ? തഹസിൽദാർ മോനാട്ടാ. നീ ആരുടെ മോനാണെങ്കിൽ എനിക്കെന്ത് കുന്താടാ. എടാ കൈയ്യെടുക്കടാ. എടാ ഇവിടെ നിക്കടാ. ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാ. ഇതൊക്കെ കിടക്കുന്നതിന്റെ ഐസ്. എന്താ മോനെ? എന്റെ അച്ഛാണ് ഒരു 1000 രൂപ തരാൻ പറഞ്ഞിട്ടുണ്ട്. 1000 രൂപയോ? 10,000 രൂപയിന്ന് 1 രൂപ കുറഞ്ഞാ പോലും മേടിക്കാത്തവൻ 1000 രൂപ മേടിക്കുന്നല്ലോ. അവന്റെ പിതാവിന് അന്നാണ് ബുദ്ധി തെളിഞ്ഞത്. പക്ഷേ സമയം വൈകിപ്പോയിരുന്നു. നിക്കടാ അവിടെ. നീ ആ രമേശിന്റെ വീട്ടിൽ പോയിട്ടേ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേ 1000 രൂപ വാങ്ങിച്ചത് എന്തിനാടാ ശവി? പറയടാ. നീ കൈക്കൂലി വാങ്ങിക്കുന്ന കാശിൽ ഞാൻ 1000 രൂപ തെറ്റാണോ? നിന്നോട് പറഞ്ഞിട്ട് നിന്നെ പോയി നോണ പറഞ്ഞടി. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി. സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആ പിഞ്ചു മനസ്സിനെ തല്ലി അതിന്റെ താളം തെറ്റിച്ചു. അത് കാരണം വീണ്ടും അവൻ തെറ്റിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. എന്തു പറ്റി മോനെ? ഈ പരീക്ഷ എനിക്ക് ഇഷ്ടല്ലാന്ന്. അതെന്താ? ഇന്നാ പിടിച്ചോ. ഇതിൽ എത്രയുണ്ട്? 10,000 രൂപയുണ്ട്. ആ ജോലി തീർത്തോളാം. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. പഠിപ്പിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത ആ മനസ്സിൽ തെറ്റായ വഴിയാണ് ശരിയെന്ന് തോന്നി തുടങ്ങി. എന്താടാ പരീക്ഷയ്ക്ക് പോണല്ലോടാ ശവി? എനിക്ക് ആ പരീക്ഷ ഇഷ്ടമല്ല. ഞാനിങ്ങോട്ട് വന്നു. എന്താടാ പറഞ്ഞേ? നിന്റെ ഒരു വർഷം അങ്ങോട്ട് പോയി കിട്ടില്ല. പോയിട്ടില്ലെന്നേ. ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞ് ജയിപ്പിക്കാൻ പറയുന്നേ. അവസാനം അവന്റെ പിതാവിന് അവനെതിരായി നിന്നു. പറഞ്ഞു നിന്നെ കമ്പിയണം വെക്കിട്ടാ. ഇതാണ് സർ എന്റെ മരുമകൻ രാജ ഇങ്ങനെ ആകാനുള്ള കാരണം. സാർ, അവൻ തെറ്റു ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. അതിന് തക്കതായ ശിക്ഷയും ഇവിടുന്ന് കിട്ടിയല്ലോ. ദയവ് ചെയ്ത് ഈ ഒരൊറ്റ തവണ അവനെ ഒന്ന് വെറുതെ വിടാൻ പറയൂ സർ. തനിക്ക് വേണ്ടി ഞാൻ അവനെ വിട്ടേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്.
ഇനിയെങ്ങാനും അവൻ ആ ഏരിയയിൽ കണ്ടാൽ എൻകൗണ്ടർ ലിസ്റ്റിൽ അവനെ ചേർത്ത് കളയും ഞാൻ. സൂക്ഷിച്ചിരിക്കാൻ പറ. ആ ശരി സാർ. ഹലോ, സഹാനയുടെ അഡ്രസ് ചോദിച്ചപ്പോ നീ പോലീസ് കമ്മീഷണറുടെ അഡ്രസ് നീ എന്നെ കളിപ്പിച്ചല്ലേ? നിന്നെ ഇനി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടി. ഇന്ന് നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. ഞാൻ ഈ നടപ്പ് നേരെ നടന്നാൽ 20 മിനിറ്റ് കൊണ്ട് നിന്റെ ഭർത്താവിന്റെ ഓഫീസിലെത്തും. ഓട്ടോയിൽ പോയ 10 മിനിറ്റ്. ഞാൻ നടന്നു തന്നെ നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോയ കാസിന്റെ കൊടുത്തിട്ടുള്ള കാര്യമേ ഉള്ളൂ. സ്റ്റോപ്പ്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറയുന്നത് കേക്ക്. ആ പെൺകുട്ടി ആ അഡ്രസ്സിൽ തന്നെയുണ്ട്. എന്നാ ആ ബംഗ്ലാവിലല്ല, അതിനടുത്തുള്ള ഔട്ട് ഹൗസിലുണ്ട്. ഞാനിത് വിശ്വസിക്കില്ല. നോക്ക്, നീ എന്റെ കൂടെ കാറിൽ വാ. ഞാൻ തന്നെ നിന്നെ കൂട്ടിട്ട് പോയി അവളെ കാണിച്ചു തരാം. വാ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ നിന്നോട് സത്യം പറയുന്നത്. നീ കേറ്. എന്താ മാഡം? സഹാനയെ വിളിക്കൂ. സഹാന, അനിത മാഡം വിളിക്കുന്നു. അമ്മേ, അനിതാ മേഡം വന്നിരിക്കുന്നു. ഞാൻ കണ്ടിട്ട് വരാം. പൊയ്ക്കോ മോളെ. മേഡം, സഹാന എന്റെ കൂടെ വാ. ഒരു കാര്യമുണ്ട്. നോക്ക്, പറഞ്ഞ മാതിരി ഞാൻ അവളെ നിന്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആവുന്നു, എനിക്ക് പോണം. ഇവളെ പ്രേമിക്കണമെന്നുള്ള പ്ലാൻ ഞാൻ ഉണ്ടാക്കിയല്ലോ. നീയല്ലേ ഇവളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞങ്ങളൊന്ന് സംസാരിച്ച് തീരുന്നവരെ വെയിറ്റ് ചെയ്യേ. ഇവിടെ തട്ടിപ്പുകാരി. എടാ, എന്നെ അടിക്കാനുള്ള യോഗ്യതയുണ്ടോ നിനക്ക്? നീ പണക്കാരനായി ആക്ട് ചെയ്തു, ഞാനും ആക്ട് ചെയ്തു. ആക്ടിങ്ങിന് പകരം ആക്ടിങ്, അതിനെന്താ? നോക്ക്, ഞാനൊരു പണക്കാരിയല്ല, ഒരു സാധാരണക്കാരി, വീട്ടുവേലക്കാരിയുടെ മകൾ. എന്റെ അമ്മ ഫ്രീ ആയുള്ളപ്പോ ആവശ്യമുള്ളവർക്ക് ഫേഷ്യൽ ചെയ്തു കൊടുക്കും. അങ്ങനെ പരിചയപ്പെട്ടതാണ് ഈ അനിത മേഡത്തെ. നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ അമ്മ എന്തോ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. സഹന, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ? ഇതില് പണമാണല്ലോ അമ്മേ. ഏയ്, പുറത്തു പോയി കളിക്കാൻ നോക്ക്. ശരി, പോവാം. ഇത്രയും പണം എവിടുന്നാ അമ്മേ? ഇത് അനിത മേഡം തന്നതാ. 5 ലക്ഷം രൂപയുണ്ട്. നീ അവർക്കൊരു കാര്യം ചെയ്യണം. നാളെ രാവിലെ നീ അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവര് പറയുന്നതൊക്കെ ചെയ്. വലിയ ജോലിയൊന്നുമില്ല. ഒരു പയ്യനെ നീ ലവ് ചെയ്യുന്നത് പോലെ അഭിനയിക്കണം. വെറും അഭിനയം മാത്രം മതിട്ടോ. ഇതിന് പകരം ചാകുന്നതാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. നിന്നോട് അഭിനയിക്കാൻ മാത്രമാ പറഞ്ഞത്, അവന്റെ കൂടെ പോയി കിടക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. വെറും 100 രൂപ സമ്പാദിച്ച് നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കേ അറിയൂ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കണ്ടവന്റെയൊക്കെ കാല് പിടിച്ച് നിന്നെ ഞാൻ പഠിക്കാൻ വെക്കുന്നത് നിനക്ക് അറിയോ?
ഇനി എത്ര നാളാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പണത്തിന് വേണ്ടി ഓരോരുത്തർ എന്തൊക്കെ ചെയ്യുന്നെന്ന് അറിയോ നിനക്ക്? ഞാനങ്ങനെ ചെയ്യില്ല. ചെയ്യില്ല നീ ചെയ്യില്ലല്ലേ? ഞാൻ പറയുന്ന നീ കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവനോടെ ഇരിക്കുന്ന? ഞാൻ ചാവാൻ പോവുക. വിട്, ഞാൻ ചാവാൻ നീ കാരണം. വിട് നീ, വിട്. അവള് ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങളെങ്കിലും ഞാൻ പറയുന്ന കേൾക്കോ? വിടാനാ പറഞ്ഞത്. അമ്മ വേണ്ട, അമ്മ വേണ്ട. അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും വലുത് പണം തന്നെയാണല്ലേ? നോക്ക്, നിന്റെ റൂട്ടും എന്റെ റൂട്ടും വേറെയാണ്. നമ്മൾ ഒരിക്കലും സെറ്റ് ആകില്ല. അതെന്താ സെറ്റാവാത്തത്? നീയും ഫ്രോഡാണ്, ഞാനും ഫ്രോഡാണ്. ഇല്ല, ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ അമ്മയ്ക്ക് അത്യാഗ്രഹമാണ്. എന്റെ സൗന്ദര്യം ഉപയോഗപ്പെടുത്തി പണക്കാരനെ കൊണ്ട് കെട്ടിക്കാൻ ആഗ്രഹം. എത്രയാ നിനക്ക് വേണ്ടത്? 5 കോടി, 10 കോടി? എത്രയാ വേണ്ടെന്ന് ആലോചിച്ചിട്ട് പറ. അത് അവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാം. വെറുമൊരു അഡ്രസ് കൺഫ്യൂഷന്റെ പേരിൽ കമ്മീഷണറുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി. 24 വർഷമായി എന്റെ അമ്മ അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു. ഒരുപക്ഷെ അവർ നിനക്കെതിരായി കംപ്ലൈന്റ് ചെയ്താൽ എന്താകുമെന്നറിയോ? നിനക്ക് അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രാജ. ഈ ആഗ്രഹം ഉപേക്ഷിക്കൂ. വെറും ഒരു ദോശയ്ക്ക് വേണ്ടി എന്റെ അനിയന്റെ തലയടിച്ച് പൊട്ടിച്ചവനാ ഞാൻ. നീ എന്റെ ജീവനാണ്. അതെനിക്കെങ്ങനെ വിട്ടുകളയാൻ പറ്റൂ? അനിത, എനി പ്രോബ്ലം? എനിക്കെന്ത് പ്രോബ്ലം ഉണ്ടാവനാ? എന്നെ ഒരു റാണിയെ പോലെയല്ലേ നോക്കുന്നേ? ഞാൻ വളരെ സന്തോഷവതിയാണ്. എന്നോട് നിങ്ങളൊന്നും ചോദിക്കാറുമില്ല. ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എപ്പോ വരും, ഇതൊന്നും ചോദിക്കാറില്ലല്ലോ. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വളരെ സന്തോഷത്തിലാ. എനിക്ക് നിധി കൂടുതൽ എന്താ വേണ്ടി വരിക? എന്നെ എത്ര സന്തോഷമായി വെച്ചിരിക്കുന്നു, എല്ലാം തന്നിരിക്കുന്നു. റിലാക്സ്, റിലാക്സ്. ഒരുപാട് സംസാരിക്കുന്നു. ഷീ ഈസ് ഇൻ ട്രബിൾ. ഹായ് രോഹിത്. ഹായ്. മുകളിലേക്ക് വാടോ. ഹായ്. ഹായ്. എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ഇരിക്കൂ. നിനക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ഞാൻ? എന്താ ഒരു ടെൻഷൻ? വാട്ട്സ് യുവർ പ്രോബ്ലം? ഏയ് കം ഓൺ യാർ. എന്താണേലും ഐ വിൽ മെയിൻറ്റെയിൻ 100% സീക്രസി. പറ, ഈ ദൗത്യത്തിൽ ആരെയാ ഞാൻ ഫോളോ ചെയ്യണ്ടേ? എന്റെ ഭാര്യ. എന്റെ ഭാര്യയെ ഞാൻ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഷീസ് മൈ ലൈഫ്. ഈ പ്രപഞ്ചത്തിൽ ഞാൻ സ്നേഹിക്കുന്നത് അവളെ മാത്രമാണ്. പക്ഷെ അവൾ എന്തോ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കാൻ തോന്നുന്നു. അതെന്താണെന്ന് നീ കണ്ടുപിടിക്കണം. ഒരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് കാറിനകത്ത് പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഏതൊരു ഭർത്താവും ഭാര്യയെ തെറ്റിദ്ധരിക്കില്ലേ? പക്ഷെ ഞാൻ അവളെ തെറ്റിദ്ധരിക്കില്ല, സംശയിക്കില്ല. ഒരു പെണ്ണിന് മാന്യത, ബഹുമാനം, പ്രേമം, സ്നേഹം ഇതിനൊക്കെ മറികടന്ന് കാമമാനോ വലുത്? ചേച്ചേ, എന്റെ അനീത അങ്ങനെയല്ല. അവൾക്കുള്ള പ്രശ്നം കണ്ടുപിടിക്കണം. ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ? ഞാൻ പേഴ്സണലായിട്ട് ഈ കേസ് നിനക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്തോളാം. നിന്റെ പ്രശ്നങ്ങളെല്ലാം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നീ സമാധാനമായിട്ടിരിക്കുക. ഓക്കെ? എന്റെ ഹസ്ബൻഡ് എന്നെ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ഇതൊക്കെ നിന്റെ തോന്നല. ഐ നോ രോഹിത്. ഹി ഡസന്റ് ഡൗട്ട് മീ. ഹി ഡൗട്ട്സ് മീ രാകേഷ്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, പറയട്ടെ? എന്റെ പ്രോബ്ലം നീ മനസ്സിലാക്കാൻ നോക്കുന്നില്ല.
എന്തുകൊണ്ട് എന്റെ ഇഷ്ടം മനസ്സിലാക്കാത്തത്? ഇത് ഇഷ്ടമാണെന്ന് ആരും പറയില്ല. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് നിന്നെ വേണം. ഹലോ, നമസ്കാരം മാഡം, ഞാൻ രാജിയാണ് സംസാരിക്കുന്നത്. ഞാൻ എങ്ങനെ ഇരുന്നാലും നിനക്കെന്താ? നീ ചോദിച്ചതെല്ലാം ഞാൻ തന്നില്ലേ? വീണ്ടും വീണ്ടും ഫോൺ ചെയ്ത് എന്തിനാ എന്റെ ജീവൻ എടുക്കുന്നേ? ഇനി നിനക്കെന്താ വേണ്ടത്? എന്റെ ലവർ സഹാന പിന്നെയും പിന്നെ എന്റെ സ്വപ്നത്തിലേക്ക് വന്നെന്നെ കൊല്ലുക. അവളെ കാണണം, അവളോട് സംസാരിക്കണം എന്നൊക്കെ തോന്നുവാ. എന്നെ ബ്രോക്കറാക്കാൻ നോക്കാണോ നീ? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അത് ചെയ്തു തന്നത് നീ തന്നെയല്ലേ. ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തെ പറ്റി പറഞ്ഞ മാഡം ശരിക്കും ഷോക്കായി പോവും. അത് വേറെ എവിടെയല്ല, നിന്റെ വീട്ടിൽ തന്നെ. ഇനിയും അവനെ വെറുതെ വിടരുത്. അവൻ അവസാനിപ്പിച്ചേ തീരൂ. പ്ലീസ്, അവന്റെ കാര്യത്തിൽ നീ ഇനി ഇടപെടണ്ട. ഒരു പ്രാവശ്യത്തെ അനുഭവം തന്നെ എനിക്ക് മതി. സഹാന, എന്റെ മുറിയിൽ ഒരു പുതിയ ക്രീം വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തിട്ട് വാ. ശരി. അയ്യോ, അമ്മ താഴെയുണ്ട്. സത്യം പറ, നീ എന്നെ പ്രേമിച്ചില്ലേ? എന്നോടൊപ്പം കറങ്ങിയില്ലേ? എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾക്ക് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ. സഹാനയെ ഞാൻ പിന്നീട് അയക്കാം. ശരി മാഡം. എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. കം കം, ഹറി അപ്പ്, ഹൈഡ് ഹൈഡ്. വാ വാ, കം. എന്താ പെട്ടെന്ന് വന്നേ? ലാപ്ടോപ്പ് എടുക്കാൻ മറന്നു. യോഗ ചെയ്യുന്നവർ മറക്കില്ലെന്ന് പറഞ്ഞിട്ട്? ആ, യോഗ ചെയ്യുന്നവനും മെന്റൽ പ്രഷറൊക്കെ ഉണ്ടാവല്ലോ. ഒത്തിരി സ്ട്രെസ് എടുക്കണ്ട. ടേക്ക് ഇറ്റ് ഈസി. ആ, ഓക്കെ ഓക്കെ. എന്നും ബെഡ്റൂമിലാണല്ലോ ഫേഷ്യൽ ചെയ്യാറുള്ളത്. ഇന്നിപ്പോ എന്താ ഹാളില്? ഇറ്റ്സ് ടു ഹോട്ട് അപ്സ്റ്റേഴ്സ്. അതാ താഴെ വന്നേ. ഓക്കെ പൊന്നു, ടേക്ക് കെയർ. ബൈ ബൈ. ഐ എം സോറി മാഡം. നീ എന്തിനാ ഇങ്ങനെ എന്റെ ജീവൻ എടുക്കുന്നേ? ഛേ, എന്താ സംഭവിക്കുന്നേ ഇവിടെ? മേഡം അവരുടെ ഹസ്ബൻഡ് വന്നപ്പോ നിന്നോട് എന്തിനാ ഒളിക്കാൻ പറഞ്ഞേ? നിങ്ങൾക്കിടയിൽ എന്താ ബന്ധം? നീ എന്താ ബോയ്ഫ്രണ്ട് ആണോ? നീ സത്യം പറയുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കും. എന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? പിന്നെ എന്തിനാ ഇതൊക്കെ? മനസ്സിലുള്ളത് തുറന്നു പറയേ. ഓക്കെ, നടന്നതെല്ലാം പറയാം കേട്ടോ. നിങ്ങൾക്കിടയിൽ ഇത്രയൊക്കെ സംഭവിച്ചിരുന്നോ? നിനക്ക് ഞാനാണ് വലുതെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്. പണമാണ് പ്രധാനമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നോക്ക്, നീ എന്നെ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും എത്രയും പെട്ടെന്ന് നീ അവരെ ഏൽപ്പിക്കണം. ഇനി മുതൽ നിനക്കും അവർക്കുമിടയിൽ ഒരു ബന്ധവും ഇല്ല എന്ന് അവരോട് പറയണം. അന്ന് ഞാൻ നിന്നെ അംഗീകരിക്കാം. എനിക്കറിയാം ഇത് നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന്. കാരണം നിനക്ക് പ്രേമത്തേക്കാൾ പണമാണ് വലുത്. വാ പോകാം. എങ്ങോട്ട്? എന്റെ അടുത്തുള്ള ടേപ്പ് മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവരോട് ഞാൻ ക്ഷമ ചോദിക്കാൻ പോവാ.
ടേപ്പ് എവിടെ? ഐ എം സോറി, ടേപ്പ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിന്നെ പോലെ ഒരു ഭിക്ഷക്കാരൻ ഇത്ര വലിയൊരു എമൗണ്ട് കണ്ടിട്ടുണ്ടാവില്ല. ഏയ് സ്റ്റോപ്പ്. ഐ എം സോറി. ഞാൻ നിന്നെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിനക്ക് എത്ര രൂപ വേണമെന്ന് നീ പറ. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ആരും കണ്ടുപിടിക്കല്ലേ. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തില്ല. അത് ഞാൻ എന്റെ സഹാനെ കൊണ്ട് സത്യം ചെയ്യാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി, കെഞ്ചി ചോദിച്ചു, ഭയപ്പെടുത്തി, അടിച്ചു. ഇതിലൊന്നിലും വീഴാത്ത ഇവൻ നിന്റെ സ്നേഹത്തിൽ വീണു. എന്റെ പണത്തിനില്ലാത്ത ശക്തി നിന്റെ പ്രണയത്തിനുണ്ട് സഹാന. റിയലി ലവ് ഇസ് ഗ്രേറ്റ്. താങ്ക് യു വെരി മച്ച് സഹാന. വഴിതെറ്റിപ്പോയ എന്നെ നീയാണ് രക്ഷിച്ചത്. ഐ വിൽ നെവർ ഫൊർഗെറ്റ് ദിസ് ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ, ഞാനത് ചെയ്തു തരാം. താങ്ക് യു മാം. രാജാ, പ്രേമത്തിന് ഇത്രയും ശക്തിയുണ്ടെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. കല്ല് പോലിരുന്ന എന്റെ മനസ്സിനെ സഹാനയുടെ പ്രേമം അലിയിച്ചു കളഞ്ഞു. ഇനി ശരിക്കും കഷ്ടപ്പെട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം. നിനക്ക് എന്ത് തോന്നുന്നു അത് ചെയ്തോ രാജ. 5 സ്റ്റാർ ഹോട്ടലിൽ കഴിച്ചാലും തട്ടുകടയിൽ കഴിച്ചാലും രുചി എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ട വരെയേ ഉള്ളൂ. നീ സന്തോഷമായിട്ടിരിക്കുക രാജ, അതാണ് ഞങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്കെല്ലാം എന്ത് പറ്റിയടാ? നിങ്ങളെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? വിഷമൊന്നുമില്ല രാജ, നീ വിളിച്ചു, ഞങ്ങൾ വന്നു. ഇപ്പൊ കൈമാറ്റം ചെയ്യാന്ന് വെച്ചു. ഓൾ ദ ബെസ്റ്റ്. രാജ, നിനക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ചോടാ. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ട് നല്ല കാര്യങ്ങൾക്ക്. ഓക്കെ മച്ചാ, വരുന്നടാ, പോവാം. രാജ വരട്ടെടാ. വാടാ. എനിക്കൊരു ജോലി റെഡിയായി. എനിക്ക് വളരെ സന്തോഷായി. എനിക്ക് ഈ 5000 രൂപ എനിക്ക് 5 ലക്ഷത്തിന് തുല്യമാണ്. രാജാ, നീ എന്നെ നന്നായി നോക്കുമല്ലേ? ഇങ്ങോട്ട് വാടി. എടാ, നിനക്ക് എന്തൊരു ധൈര്യടാ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് കരുതിയിട്ടാണോ? പൊന്നുപോലെ വളർത്തി എന്റെ മകളെ നീ തട്ടിക്കൊണ്ട് പോകാന്ന് വിചാരിക്കുകയാണടാ. ആരടാ നീയെ? ഞാൻ നിങ്ങളുടെ മോളെ സ്നേഹിക്കുന്നു. അവളെ കല്യാണം കഴിക്കാൻ പോവാണ്. ഓ, മാസം 5000 രൂപ സമ്പാദിക്കുന്ന നിനക്ക് കല്യാണം വേണോ അല്ലടാ? റോഡില് പിച്ചെടുക്കുന്നവർ നിന്നെക്കാൾ ഭേദാടാ. അപ്പൊ നിങ്ങൾക്ക് കാശാണല്ലേ പ്രധാനം? അതേടാ, പണം തന്നെയാ പ്രധാനം. 10 പൈസ വരുമാനം ഇല്ലാത്തവനെ കല്യാണം കഴിച്ചാൽ എന്റെ മകൾ തെരുവിൽ ഇറങ്ങേണ്ടി വരും. നിങ്ങൾക്ക് എത്ര കാശാണ് വേണ്ടത്? 1 ലക്ഷം രൂപ വേണടാ. കൊണ്ടുവരുവാ നീ? കൊണ്ടുവന്ന് താടാ. അപ്പൊ ഞാൻ എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരും. നോക്കിക്കോ. വാടി ഇവിടെ. ഓടാ നോക്കി. വാടി. കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്ന ഹായ് രോഹിത്. Anita, I want you. I can't forget those moments with you, Anita. എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല അനിത. No, Rakesh, no. Stop it. Please, Anita. Please cooperate. Stop it, Rakesh. Stop Anita. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. അല്ല, അത് നമ്മൾ തെറ്റെന്ന് വിചാരിച്ചാണ് തെറ്റ്. തെറ്റല്ലെന്ന് വിചാരിച്ച തെറ്റല്ല. പ്ലീസ് അനിത, പ്ലീസ് കോപ്പറേറ്റ്. No, Rakesh.
Rakesh, no! No, stop it! Anita! Please. You? No, Rakesh, don't do this. Please don't do this. എന്റെ ഭർത്താവ് ഈ വിവരം അറിഞ്ഞ അയാൾ നിന്നെ വെറുതെ വിടില്ല. അവനിതൊന്നും അറിയാതെ ഞാൻ നോക്കിക്കോളാം. Rakesh, stop! Stop it, Rakesh! ₹1,00,000 വേണടാ, കൊണ്ടുവരുവാ നീ. Thanks, Raja. തുളസിപ്പൊടിയുടെ കൂടെ മുൽത്താനി മട്ടി സൂക്ഷിച്ച് മിക്സ് ചെയ്യ്, അല്ലെങ്കിൽ മുഖത്ത് തേച്ചാൽ ലക്ഷണക്കേടാവും, നോക്കിക്കോ. ശരി അമ്മ. അമ്മേ, നല്ല മഴ വരുന്ന പോലെയുണ്ട്. ഞാൻ തുണിയൊക്കെ എടുത്തിട്ട് വരാം. ശരി. പൈസ കിട്ടിയോ? ഇല്ല. അനിത മേഡത്തെ കണ്ടില്ലേ? കണ്ടു, പക്ഷെ കാശ് ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അവര്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സഹാന. അയ്യോ അയ്യോ അയ്യോ, അവസാനം എന്റെ വീട്ടിനകത്തും കയറി കൂടിയല്ലേ. പ്രണയിക്കുന്നത് പോലെ എളുപ്പമല്ലടാ ₹1,00,000 സമ്പാദിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവളെന്റേതാ. കൈ എടുക്കണേ, എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് എന്റെ മകളുടെ കൈ പിടിക്കണോ നീയെ? പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ എന്ത് ചെയ്യാന്ന് കരുതിയോ നീയെ? എടാ, നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? കമ്മീഷണറുടെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് കൊടുത്ത് നിന്റെ കയ്യും കാലും ഓടിക്കുന്നത് നീ നോക്കിക്കോടാ. ഇവിടുന്ന് വേഗം പൊക്കോ. ഇത് നോക്ക്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിനക്കുള്ളതാ. പൊക്കോ ഇവിടുന്ന്, വേഗം പോ. അനാവശ്യമായിട്ട് അവൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇനി അവൻ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. സാറേ, എന്താ ശാരദമ്മേ? നിങ്ങളുടെ അമ്മാവന്റെ വീട്ടിൽ ചെന്ന് ഒരു പയ്യൻ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ആ പയ്യൻ എന്റെ മകളുടെ പുറകെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്തൊക്കെ ആവുമെന്ന് ആലോചിക്കുമ്പോഴേ പേടിയാവുന്നു. അവൻ ഇന്നെന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. 15 വർഷമായിട്ട് നിങ്ങളുടെ വീട്ടിലെ ജോലി ചെയ്യാ ഞങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് സാറിന് അറിഞ്ഞൂടെ? ആ റൗഡിയുടെ അടുത്തുനിന്ന് എന്റെ മകളെ രക്ഷപ്പെടുത്തി തരണം സാർ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. രാഘവ, നീ ചന്ദ്രനോടൊന്ന് ലൈനിൽ വരാൻ പറ. സർ നമസ്കാരം സർ, ഞാൻ ചന്ദ്രനാണ് സംസാരിക്കുന്നത് സർ. ദാ നോക്ക് സർ, 24 മണിക്കൂറിനുള്ളിൽ നിന്റെ മരുമകൻ ഈ സ്ഥലം വിടണം. ഇല്ലെന്ന് വന്നാൽ തന്നെയും ചേർത്ത് അവനോടൊപ്പം അയക്കേണ്ടി വരും. ഇതെന്റെ ഓർഡറാണ്. യെസ് സർ. ആ, ഇനി അവൻ നിങ്ങളെ ശല്യപ്പെടുത്തില്ല. പോയിക്കോളൂ. എനിക്ക് കുട്ടികളില്ല. ഞാൻ നിന്നെ എന്റെ മകനെ പോലെയാ കണ്ടേ. എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്ത്? എന്തുകൊണ്ടാ നീ ഇന്ന് തന്നെ നാട് വിട്ടു പോണമെന്ന് കമ്മീഷണർ സാർ പറയുന്നേ?
അങ്ങനെയൊക്കെ പറയാൻ നീ എന്ത് വലിയ തെറ്റാ ചെയ്തേ? നീ കൊച്ചുകുട്ടിയാണ്. ഇന്നല്ല പിന്നെ എപ്പോഴെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിച്ച് ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല. പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കുന്നു, എന്താ സംഭവിച്ചെന്ന് പറ എന്നോട്. ഞാൻ തിരിച്ചു വെക്കോളാം അമ്മാവ. രാജ, തെറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും തെറ്റ് ചെയ്യുന്നത് ശരിയല്ല രാജ. ഒരു തെറ്റ് ചെയ്തിട്ട് അത് മറയ്ക്കാനായിട്ട് മറ്റൊരു തെറ്റ് ചെയ്യുന്നത് അതൊട്ടും ശരിയല്ല. പറയണത് മനസ്സിലാവുണ്ടോ? ഞാൻ ഈ നാട് വിട്ടു തന്നെ പൊയ്ക്കോളാം. രോഹിത്, ഞാൻ പറയാൻ പോകുന്ന കാര്യം നിന്നെ കൊണ്ട് ഇപ്പൊ താങ്ങാൻ പറ്റില്ല. ഇത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതാണ് അതിന്റെ സത്യം. നീ എന്തായി പറയണ? See this. നാളെ രാവിലെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് കുറച്ച് സമയം കൂടി വേണം. നിന്റെ അമ്മ എന്നോട് ചോദിച്ചില്ലേ, അതിനെങ്ങനെയും കഷ്ടപ്പെട്ട് 1 ലക്ഷം രൂപ സമ്പാദിച്ച് അവരുടെ കയ്യിൽ കൊടുത്ത് നിന്നെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോരും. അതിനുള്ളിൽ എന്റെ അമ്മ ആർക്കെങ്കിലും എന്നെ കല്യാണം കഴിച്ചു കൊടുക്കും. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ദുഃഖമോ സുഖമോ എന്തു തന്നെയായാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. നാളെ രാവിലെ കൃത്യം 7 മണിക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നീ വരണം. കുറച്ച് ഡ്രസ്സോടെ കൈ കരുതിക്കോ. ഞാനും കൃത്യം 7 മണിക്ക് തന്നെ വരാം. നമുക്ക് രണ്ടുപേർക്ക് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവാം. ഞാൻ വരാൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയാലും നീ കാത്തു നിൽക്കണം. എന്തിനാ അങ്ങനെ നോക്കുന്നേ? നിന്നെ ആദ്യം കണ്ടപ്പോ നീ ഇട്ടിരുന്ന ആ വേഷമില്ലേ, അതേ വേഷത്തിൽ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അമ്മേ മഹാലക്ഷ്മി, ഇതിനു മുമ്പ് അവനെ കൊല്ലാൻ നിന്നെ പറഞ്ഞേച്ചതാ. പക്ഷെ നീ അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ട് വന്നത്. എന്നാ ഇത്തവണ അങ്ങനെ സംഭവിക്കരുത്. ബോസ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ആദ്യം 6 പേരല്ലേ പോയത്, അതുകൊണ്ട് അവൻ എസ്കേപ്പ് ആയത്. ഇത്തവണ 60 പേര് പോകുന്നുണ്ട്. അവനെ വെട്ടി നുറുക്കി സഞ്ചിയിലിടാം. ഇത്തവണ അവൻ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല. എന്നിട്ട് വേണം അവന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ വെക്കാൻ. ഇത് അഡ്വാൻസാ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി സെറ്റിൽ ചെയ്യാം. ചേട്ടാ പെട്ടെന്ന് പോകണം. അത് ചേട്ടാ, ഞാൻ വരുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവണം. ആ ശരി. നിനക്കെന്താടാ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവിടെ നിക്കടാ. അവനെ ഓടുന്നു.
ഹായ് രോഹിത്, എന്താ കാര്യം? അർജന്റായിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കം കം സിറ്റ്. എനി പ്രോബ്ലം? എന്റെ ഭാര്യയ്ക്ക് വേറൊരുത്തനോട് ഒരു അഫയർ ഉണ്ട്. ഛേ, നിന്റെ ഭാര്യനോട് അസുഖമുള്ള ഏതോ ഒരാൾ പറഞ്ഞുണ്ടാക്കുന്നതാ. ഐ നോ അബൌട്ട് ഹർ. ഇറ്റ്സ് ജസ്റ്റ് പ്രൂഫ് ഇതിലുണ്ട്. ഐ കാൺ ബിലീവ് ദിസ്. കാണുന്നതിന് ഒരു ലോക്കലിനെ പോലെ ഉണ്ടല്ലോ. നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്ക്, നിനക്കെന്നൊരു സ്റ്റേറ്റസ് ഉണ്ട്, ഒരു സുന്ദരയായ ഭാര്യ നിനക്കുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. അല്ലടാ, ഐ ഷുഡ് പണിഷ്. അങ്ങനെ പണിഷ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവനെ പണിഷ് ചെയ്യ്. ഇവനായിരിക്കും അനിത ഇങ്ങനെ ആവാനുള്ള കാരണക്കാരൻ. ഐ മസ്റ്റ് പണിഷ്. ഈ കാര്യം നീ എനിക്ക് വിട്ടെന്നേക്ക്, അവനെ ഞാൻ കൊന്നോളാം. നോ, ആ ദ്രോഹി ഞാൻ കൊല്ലുന്നു. രാകേഷ് അത്ര നല്ല ആളല്ല. 20 വർഷങ്ങളായിട്ട് അവൻ എന്റെ കൂട്ടുകാരനാ. ഈ വീട് പണി നടക്കുമ്പോ പകൽ അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവനെ നീ സംശയിക്കരുത് പൊന്നു. സുഹൃത്താണെന്ന് പറഞ്ഞ് ബെഡ്റൂം വരെ വിളിച്ചു വരുത്തിയില്ലേ, അതിന്റെ പ്രത്യോപകാരമാണ്. ഇതിനോടൊപ്പം അന്നെടുത്ത വീഡിയോ കൂടെ കണ്ടു നോക്ക്. തെറ്റ് രാകേഷ്, തെറ്റാണ്. എന്റെ ഭർത്താവ് ഇതറിഞ്ഞ നിന്നെ വെറുതെ വിടില്ല. അവൻ ഈ കാര്യം അറിയാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്റെ ബെഡ്റൂമില് ഒളിക്യാമറയിൽ പകർത്തിയ വീഡിയോ ക്ലിപ്സ് ആണ് ഇതെല്ലാം. അന്ന് രാജ ശരിയായ സമയത്ത് വന്ന് രക്ഷപ്പെടുത്തി. ഇല്ലെങ്കിൽ വളരെ പ്രശ്നമായിരുന്നിരിക്കും. ഒരു നല്ല കാര്യമാണ് സാർ ചെയ്തത്. ഇവനെ പോലുള്ള ദ്രോഹികള് ജീവനോട് ഉണ്ടാകാൻ പാടില്ല. ഇവനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞ് സറണ്ടർ ആയിക്കോളാം. സാർ വീട്ടിലേക്ക് പോയിക്കോളൂ പ്ലീസ്.
സഹന, ഞാനിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്തു പറ്റി? ഐ എം സോറി. ഏയ്, നീ എന്തിനാ കരയുന്നേ? നിന്റെ മനസ്സിന് സന്തോഷമാകുന്ന ഒരു നല്ല കാര്യം ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ വരുന്നതുവരെ നീ കാത്തിരിക്കില്ലേ?